ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പ് ആരംഭിച്ചത് 2022 ജൂലൈ മാസത്തിലാണ്, ചീമേനിയിലെ ഒരു നടത്തത്തോടുകൂടി. അതിനുശേഷം 1-ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു ചിത്രപ്രദർശനത്തോടുകൂടി. ഇത് 3-ാമത്തെ വെബിനാറാണ്. ഈ വെബിനാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് നന്ദൻ വിജയകുമാറാണ്. നന്ദൻ തിരുവനന്തപുരം നെടുമങ്ങോട് സ്വദേശിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സസ്യശാസ്ത്ര പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പല സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴ് ചെറുതുരുത്തിക്കടുത്തുള്ള ഹോർത്തൂസ് മലബാർ ട്രസ്റ്റിൽ ജോലി ചെയ്യുകയാണ്. നന്ദൻ ബോട്ടണി പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കൂടുതൽ കാലം എനിക്ക് തോന്നുന്നത് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഉരകങ്ങളുടെയും അതുപോലെ തന്നെ ഉഭയജീവികളുടെയും പഠനമാണ്. നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പാലപ്പൂവൻ ആമ കാസർഗോഡ് കണ്ടുവരുന്ന നെയ്യങ്കയം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുവരുന്ന പാലപ്പൂവൻ ആമയെ കുറിച്ചുള്ള പഠനം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സജീവമായി പാമ്പുകളെ കുറിച്ചും ഉരകങ്ങളെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പാമ്പുകളെ കുറിച്ച് എനിക്കൊന്ന് ഒരുപാട് വെബിനാർ അല്ലെങ്കിൽ പ്രസന്റേഷനുകളും വെബിനാറുകളിലും പങ്കെടുത്തിട്ടുണ്ട്. നന്ദനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. താങ്ക് യു മാഷെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പൊ മാഷ് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് എന്താ പറയുക, എന്റെ ഡിഗ്രി BSc ബോട്ടണിയിൽ കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഞാൻ എന്റെ MSc ചെയ്തത് വൈൽഡ് ലൈഫ് സയൻസിൽ നിന്നാണ്. ഞാനൊരു ഏകദേശം ഒരു 7-8 വർഷക്കാലം ഞാൻ ഈ എന്താ പറയുക ഈ വൈൽഡ് ലൈഫിന്റെ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്തിട്ട് പല സ്ഥാപനങ്ങളിൽ ബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് നേരെ പ്രസന്റേഷനിലോട്ട് പോവാം. പ്രസന്റേഷൻ കാണാമല്ലോ അല്ലേ? വിസിബിൾ ആണോ മാഷേ? കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് മുഖവര വേണ്ടാത്ത ഒരു ഇനം ജീവികളാണ് പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ ഒരുപാട് കണ്ട് നമുക്ക് പരിചയമുള്ള ഒരു ജീവിവർഗമാണ് പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മള് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷക്കാലം പിന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാചീന കാലം തൊട്ട് മുതൽക്ക് തന്നെ മനുഷ്യന് പാമ്പുകളുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ദൃഢമാണ്. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും നമ്മുടെ സംസ്കാരവുമായും അല്ലെങ്കിൽ നമ്മുടെ മതപരവുമായിട്ടുള്ള പല പല കാര്യങ്ങളിലും നമുക്ക് പാമ്പുകളെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മള് ക്രിസ്ത്യൻ വിശ്വാസത്തിലാണെങ്കിൽ ആദമും ഹവ്വയും ആദ്യം ജനിച്ചിട്ട് അവര് എന്താ പറയാ അവരെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ ശുംഭനുടെ കനി കഴിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പാമ്പ് മുതൽ ഒരുപക്ഷെ നമ്മുടെ ഗ്രീക്ക് മിത്തോളജികളിൽ പറയുന്ന മെഡൂസ എന്ന പാമ്പിനെ ഭയക്കുന്ന എന്താ പറയുക ഒരു ദുഷ്ടശക്തിയായിട്ടുള്ള ഒരു ദേവതയെ കാര്യം പറഞ്ഞ പോലെ അത് തുടങ്ങി പല പല സംസ്കാരങ്ങൾ, അത് ഈജിപ്ഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരം ആയിക്കോട്ടെ, അതും നമ്മുടെ ഭാരതത്തിൽ വളരെ പ്രാബല്യം കൊണ്ടുവന്ന ഹൈന്ദവ സംസ്കാരത്തിൽ ഉൾപ്പെടെ എന്താ പറയാ നമ്മുടെ പാമ്പുകൾക്ക് വളരെ 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 പ്രാധാന്യമുള്ളൊരു റോളുണ്ട്. നമ്മൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വളരെ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്ന ഒന്ന് കാവുകളാണ്. നമ്മുടെ കാവുകൾ ഇന്നും സർപ്പാരാധന നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പല കാവുകളും അമ്പലങ്ങളായിട്ട് മാറുകയും നമ്മൾ ഇന്നും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട് സർപ്പാരാധന നടത്തുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം എന്താ പറയാ നമ്മൾ നിത്യം തന്നെ നമ്മൾ കണ്ട് നമുക്ക് മതിവരാത്ത ഒരു ജീവിയാണ് പാമ്പുകൾ. അത് പോസിറ്റീവ് സൈഡ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ പോലും. സോ അപ്പൊ നമ്മൾ പാമ്പുകളെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ, അപ്പോൾ ആദ്യം തന്നെ പാമ്പിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ജീവിയെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള രൂപാകൃതികളെയും പ്രത്യേകതകളെയും വെച്ചിട്ടാണ് നമ്മൾ അവയ്ക്ക് പേരിടുന്നത്.
അവയെ നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഒരു പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ജീവിയെ കാണുമ്പോൾ അത് പാമ്പാണ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ജീവിയാണെന്ന് ഉള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുന്ന അല്ലെങ്കിൽ കൈകാലുകൾ ഇല്ലാത്ത ഒരു ജീവിയാണ്. ഓക്കെ, ശരീരം വളരെ നീണ്ട ഒരു ട്യൂബ് പോലെയാണ് അതിന്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെ കൂടാതെ ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഉരകമാണ്, അല്ലെങ്കിൽ ഇതൊരു റെപ്റ്റൈലാണ്. നമ്മൾ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ശരീരത്തിലെ സ്കെയിൽസുകളാണ്. സ്കെയിൽസുകൾ അല്ലെങ്കിൽ നമ്മൾ ശൽക്കങ്ങൾ എന്ന് പറയും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇവയുടെ ഈ ശരീരത്തിൽ ഈ കാണുന്ന ഭാഗങ്ങൾ, ഇതാണ് നമ്മുടെ സ്കെയിൽസ് അല്ലെങ്കിൽ ശൽക്കങ്ങൾ എന്ന് പറയുന്നത്. വളരെ പരുപരുത്തതായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇതിന്റെ ശരീരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ മേൽഭാഗത്തായിക്കോട്ടെ അതിന്റെ കീഴ്ഭാഗത്തായിക്കോട്ടെ ഈ ശൽക്കങ്ങൾ നമുക്ക് പാമ്പില് അല്ലെങ്കിൽ ഈ ഉരകവർഗങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ പാമ്പുകളിൽ ഈ സ്കെയിൽസ് വളരെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ കണ്ണുകളാണ്. ഇവയുടെ കണ്ണുകൾക്ക് നമ്മൾ നോക്കിയാൽ, ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇവർക്ക് കൺപോളകളില്ല. ഓക്കെ, നമ്മൾ മറ്റു എന്താ പറയാ ഈ ഓന്തുകൾ ഗെക്കോസിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവയ്ക്ക് ഐലിഡുകൾ അല്ലെങ്കിൽ കൺപോളകൾ ഇല്ല. അപ്പൊ പകരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണിനെ സംരക്ഷിക്കുന്ന വിധം ഒരു ചെറിയ സുതാര്യമായിട്ടുള്ള ഒരു നേർത്ത പാളികളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പാമ്പിന്റെ കാര്യം പറഞ്ഞു തന്നു. പാമ്പിന്റെ ഓരോ പ്രത്യേകത പറഞ്ഞത് ആദ്യം പറഞ്ഞു, എന്താ പറയാ ഇതിന് കൈകാലുകളില്ലാത്ത ഇഴയുന്ന ഒരു ലിംബ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. രണ്ടാമത് പറഞ്ഞു ഇവയ്ക്ക് ഐലിഡുകൾ അല്ലെങ്കിൽ കൺപോളകളില്ല. മൂന്നാമെന്ന് പറഞ്ഞു സ്കെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് ബാഹ്യമായിട്ടുള്ള ചെവികളില്ല, അല്ലെങ്കിൽ പുറമെ കാണപ്പെടുന്ന തരത്തിൽ ചെവികൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു ജീവിയെ കാണുമ്പോൾ പാമ്പ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാനുള്ള ഏറ്റവും എന്താ പറയാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ നോക്കാൻ സാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3-4 സൂചകങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിലെ രണ്ട് ജീവികളെ പറ്റി നിങ്ങൾക്ക് വേർതിരിക്കാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഇത് ഒരു തരം ഓന്താണ്. ഈ ഓന്തിനെ നിങ്ങൾക്ക് ഇത് ഒരു തരം ഒരു എന്താ പറയാ ലിംബ്ലെസ് ആയിട്ടുള്ള ലിസാർഡാണ്. ഇത് ഗ്ലാസ് ലിസാർഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ പാമ്പുമായിട്ട് ഒരുപക്ഷെ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിയാണ്. ഇതിന് കൈകാലുകളില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പാമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ജീവിയാണ്. ഇവയ്ക്ക് വളരെ പ്രകടമാകുന്ന കണക്കിന് തന്നെ സ്കെയിലുകളുണ്ട്. പക്ഷേ ഇതിലൊരു മറ്റൊരു പ്രത്യേകത ഇവ തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഒരു കൺപോളയുണ്ട്. ഓക്കെ, ഇവയ്ക്ക് ഒരു കൺപോളയുണ്ട്, അതായത് ഇവയ്ക്ക് കണ്ണടച്ചു തുറക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു പാമ്പുകൾക്ക് അത് സാധ്യമല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ചെവിയുണ്ട്, അല്ലെങ്കിൽ ചെവിയോട് സാദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് സഹായകമായിട്ടുള്ള ഒരു ബാഹ്യ സുഷിരം ഇവയ്ക്ക് ഉണ്ട്. പാമ്പുകൾക്ക് നേരത്തെ പറഞ്ഞു ഇല്ല. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സവിശേഷതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പാമ്പുകളെ ശാസ്ത്രീയമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമ്മൾ പാമ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും പാമ്പുകളുടെ പടം പൊഴിക്കൽ അല്ലെങ്കിൽ മോൾട്ടിങ്, അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് എക്ഡൈസിസ് എന്ന് പറയും. സോ ഞാൻ നേരത്തെ പറഞ്ഞു പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഉരകങ്ങളെ പോലെ തന്നെ ദേഹമാസകലം ശൽക്കങ്ങൾ അല്ലെങ്കിൽ സ്കെയിൽസുകൾ ഉള്ളതാണ്. പിന്നെ പാമ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിന്റെ ഈ സ്കെയിൽസ് ഇലാസ്തികത കുറഞ്ഞ സ്കെയിൽസ് ആണ്, ശൽക്കങ്ങളാണ്. അപ്പൊ ഇലാസ്തികത കുറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവയ്ക്ക് ഒരു വളർച്ചയ്ക്ക് ശേഷം ഈ സ്കെയിലുകൾ അല്ലെങ്കിൽ ശരീരം മൊത്തമുള്ള ഈ കാണപ്പെടുന്ന ശൽക്കങ്ങൾ പൊഴിച്ചു കളഞ്ഞാൽ മാത്രമേ ഇവയ്ക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയാ സാവകാശത്തോടു കൂടി ഇവയ്ക്ക് മൂവ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ഭക്ഷിക്കുവാനോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഈ പഴകിയ ശൽക്കങ്ങൾ അല്ലെങ്കിൽ പഴകിയ സ്കെയിൽസുകളെ പൊഴിച്ചു കളയുന്ന ആ ഒരു രീതിയാണ് മോൾട്ടിങ് അല്ലെങ്കിൽ എക്ഡൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും ഈ പാമ്പിന്റെ
ഈ തലയുടെ ഭാഗത്ത് നിന്നാണ് എന്ത് തുടങ്ങുന്നത്, ഈ മോൾട്ടിങ് എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ കയ്യും കാലുകളും ഇല്ലാത്തത് കൊണ്ട് പാമ്പുകൾ എങ്ങനെയായിരിക്കും ഇത് ഈ തോല് പൊഴിച്ചു കളയുക? അവ റഫായിട്ടുള്ള വളരെ പരുപരുത്തതായിട്ടുള്ള പ്രതലങ്ങളിൽ ചെന്നിട്ട് ഉരസിയും ഏതെങ്കിലും എന്താ പറയാ കുറച്ച് കൂർത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഈ പറയുന്ന ഈ പുറന്തള്ളി വരുന്ന സ്കെയിൽസുകളെ അതുമായിട്ട് എന്താ പറയാ ഉടക്കിയിട്ടാണ് ഇത് പടം പൊഴിച്ചു കളയുന്നത്. ഓക്കെ. പിന്നെ ഈ രണ്ടാമത്തെ ചിത്രം, നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവയുടെ കണ്ണുകൾ തിമിരം ബാധിച്ച പോലുള്ള ഒരു കണ്ണുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മോൾട്ടിങ്ങിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണുകൾക്ക് അവയ്ക്ക് കൺപോളകൾ ഇല്ലാത്തത് കാരണം ഇവയ്ക്ക് ഒരു സുതാര്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ആവരണം ഉണ്ട്. ആ ആവരണത്തിന്റെ പേരാണ് ബ്രിൽ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ സുതാര്യമായിട്ടുള്ള ആവരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ ഈ മോൾട്ടിംഗ് പ്രോസസ്സിന് വിധേയമാണ്. ഇതും ഒരു കാലത്തിന് ശേഷം എന്ത് ചെയ്യുക, ഇവയുടെ ഈ ഒരു സുതാര്യത നഷ്ടപ്പെടുകയും ആ ഒരു ഇലാസ്തികത കുറയുകയും ചെയ്യുകയും ഈ പറഞ്ഞ പോലെ അതായത് മോൾട്ടിങ്ങിന്റെ പ്രോസസ്സ് അതായത് ഒരുപാട് പഴക്കം ചെല്ലുമ്പോൾ ഏകദേശം ഈ ഒരു നിറമാവുകയും ഇപ്പൊ പിന്നെ ഈ മോൾട്ടിങ്ങിന്റെ കൂടെ തന്നെ ഇത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. മറ്റൊരു കാര്യം, പിന്നെ പാമ്പിനെ പറ്റി നമ്മൾ മറ്റൊരു കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് പാമ്പ് കടിയെ പറ്റിയായിരിക്കും. അപ്പോൾ ഈ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന്റെ പ്രത്യേകതയായിട്ട് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അവയുടെ പല്ലുകളാണ്. ഓക്കെ. അപ്പൊ വിഷപ്പാമ്പുകളെ പറ്റി പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ ഈ പാമ്പുകളെ ഇവയുടെ പല്ലിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലായിട്ട് നമ്മൾ എന്താ പറയാ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊളിനോഗ്ലിഫസ് എന്നറിയപ്പെടും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നീളം കൂടിയ പല്ലായിരിക്കും ഇവയ്ക്ക്. ഈ പാമ്പുകൾക്ക് വളരെ നീളം കൂടിയ പല്ലായിരിക്കും. അതുപോലെ തന്നെ ഈ നീളം കൂടിയ പല്ലിനെ ഇവയ്ക്ക് വായ്ക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും നമ്മുടെ അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ വട്ടക്കൂറ എന്നൊക്കെ അറിയപ്പെടുന്ന റസൽസ് വൈപ്പറിന്റെ പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീളം കൂടിയതും വളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാമ്പുകളാണ് ഈ സൊളിനോഗ്ലിഫസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന പാമ്പിന് ഉദാഹരണം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്യൂറോഗ്ലിഫസ് എന്നറിയപ്പെടുന്ന തരം പാമ്പുകളാണ്. ഈ പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അണലികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല്ലിന്റെ നീളം കുറവായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഇത് ഫിക്സ്ഡ് ഫാങ്സ് ആയിരിക്കും. അതായത് ഒരേ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ള പല്ലുകളാണ്. ഇവയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലോട്ട് മടക്കി വെക്കുവാൻ സാധിക്കില്ല. നമ്മുടെ സ്പെക്ടക്കിൾഡ് കോബ്ര അല്ലെങ്കിൽ നമ്മുടെ മൂർഖൻ, നാഗം സർപ്പം എന്നൊക്കെ അറിയപ്പെടുന്ന മൂർഖൻ ഇതിന് ഒരു ഉദാഹരണമാണ്. ഈ ഒരു ടൈപ്പ് പാമ്പുകളാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒപ്പിസോഗ്ലിഫസ് എന്നറിയപ്പെടുന്ന പാമ്പുകളാണ്. അപ്പൊ ഈ പാമ്പുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല്, ഈ വിഷപ്പല്ല്, ഈ ഒരു തരം പാമ്പുകൾ പൊതുവെ അധികം വിഷമില്ലാത്ത ഒരു മൈൽഡ്ലി വെലമസ് ആയിട്ടുള്ള ഒരു മിതമായ അളവിൽ മാത്രം, അതായത് ഇരകളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള മാത്രമുള്ള വിഷമുള്ള പാമ്പുകളാണ്. അപ്പോൾ ഇവയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ഈ വിഷപ്പല്ല് കുറച്ച് വായുടെ ഉൾഭാഗത്തായിരിക്കും. നമ്മുടെ പച്ചിലപ്പാമ്പ് പിന്നെ പൂച്ചക്കണ്ണൻ പാമ്പ് ഇവയുടെയൊക്കെ പല്ലുകൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും, വിഷപ്പല്ല്. ഓക്കെ. അപ്പൊ ഇവയാണ് ഒഫിസ്റ്റോഗ്ലിഫസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് അഗ്ലിഫസ് എന്ന് പറയുന്നത്. അഗ്ലിഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷപ്പല്ല് ഇല്ലാത്ത തരം പാമ്പുകൾ, നമ്മുടെ ചേര പോലുള്ള പാമ്പുകളൊക്കെ ഉൾപ്പെടുന്നത് ഈ അഗ്ലിഫസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കാറ്റഗറിയിലാണ്. ഓക്കെ. അങ്ങനെ പ്രധാനമായിട്ട് 4 തരം പാമ്പുകളെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫാങ്സിന്റെ അല്ലെങ്കിൽ വിഷപ്പല്ലിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യനും മറ്റു ജീവികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൈകാലുകളില്ലാത്ത ഒരുപക്ഷെ നമ്മൾ എന്താ പറയുക ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഈ കൈയും കാലും ഇല്ലാത്ത ഈ ജീവി എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയിൽ സർവൈവ് ചെയ്യുക എന്ന് ഒരുപക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിലൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും ഇല്ലെങ്കിലും ഇവയുടെ മറ്റു സെൻസ് ഓർഗൻസ് കുറച്ച് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതില് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഴ്ച, സൈറ്റ് ആണ്. അപ്പൊ കാഴ്ച ഒന്ന് പാമ്പിനെ പറ്റി പറയുമ്പോൾ വളരെ എന്താ പറയാ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സൈറ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഡൈക്രോമാറ്റിക് വിഷൻ ആണ്. ഒരുപക്ഷെ നമുക്കറിയാം മനുഷ്യൻ ഉൾപ്പെടുന്ന പല സസ്തനികൾക്കും 3 തരത്തിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ, അതായത് നമ്മൾ നീല, ചുവപ്പ്,
അതുപോലെ തന്നെ പച്ച. നമ്മൾ ഈ 3 പ്രാഥമിക വർണ്ണങ്ങളെയും കാണുവാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ദ്വിതീയ വർണ്ണങ്ങൾ കാണുവാനുമുള്ള കഴിവ് നമ്മുടെ മനുഷ്യർക്കുണ്ട്. പക്ഷെ പാമ്പുകളുടെ കാര്യം പറയുമ്പോൾ ഇവയുടെ കാഴ്ച കുറച്ച് കുറവാണ്. ഇവയ്ക്ക് 2 തരം കളറിനെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബ്ലൂ ഗ്രീൻ, അല്ലെങ്കിൽ ബ്ലൂവും ഗ്രീനുമായിട്ട് ചേർന്നുള്ള ഈ പ്രാഥമിക വർണ്ണങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ദ്വിതീയ വർണ്ണങ്ങൾ മാത്രമേ ഈ നമ്മുടെ പാമ്പുകൾക്ക് പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ കൃഷ്ണമണിയുടെ കാര്യമാണ്. അപ്പൊ കൃഷ്ണമണി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, പല തരത്തിലുള്ള അല്ലെങ്കിൽ പല ഷേപ്പിലുള്ള കൃഷ്ണമണികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന പച്ചോലപ്പാമ്പിൻ്റെത് കുറച്ചുകൂടി പരന്ന അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു റെക്ടാങ്കിളിനോട് സാദൃശ്യമുള്ള രീതിയിലുള്ള കൃഷ്ണമണിയാണ്. അതുപോലെ നമ്മൾ കോബ്ര അല്ലെങ്കിൽ നമ്മുടെ മൂർഖന്റെ കൃഷ്ണമണി നോക്കിക്കഴിഞ്ഞാൽ വട്ടത്തിലുള്ളതാണ്. അതേസമയം വൈപ്പറിനാണെങ്കിലോ അണലിക്കാണെങ്കിലോ വളരെ നേർത്ത് പൂച്ചയുടെ പോലുള്ള വളരെ നേർത്ത കൃഷ്ണമണിയാണ്. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയും പകലും ഒരുപോലെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒട്ടുമിക്ക പാമ്പുകളിലും ഈ പറഞ്ഞ പോലെ വട്ടത്തിലുള്ള കൃഷ്ണമണിയാണെന്നും രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാമ്പുകൾക്ക് കുറച്ചുകൂടി ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അണലിയുടെ പോലുള്ള നേർത്ത വെർട്ടിക്കൽ ആയിട്ടുള്ള കൃഷ്ണമണിയാണെന്ന് പൊതുവെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ കേസുകളും നമുക്ക് ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല. എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ കേൾവി ശക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പാമ്പുകൾക്ക് ബാഹ്യമായിട്ടുള്ള ഒരു ചെവി അല്ലെങ്കിൽ ഒരു കർണപുടമില്ല. അതുപോലെ തന്നെ ഒരു ചെവിയുടെ ധർമ്മം നിർവഹിക്കുവാനുള്ള ഒരു സുഷിരം പോലും എന്താ പറയാ പാമ്പുകൾക്കില്ല. എന്നാൽ പാമ്പുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നമ്മുടെ ഈ ഒരു പാമ്പാട്ടിയുടെ ഒരു പടം നിങ്ങൾ കാണുന്നത്. ഇപ്പൊ പാമ്പാട്ടിയുടെ ഈ എന്താ പറയാ ഈ മകുടിയുടെ ഒച്ച കേട്ടിട്ടാണോ ഈ പാമ്പ് യഥാർത്ഥത്തിൽ അനങ്ങുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്? അല്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കേൾക്കുന്നത് ഒരിക്കലും ചെവി കൊണ്ടല്ല. അവർക്ക് ചെവി ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അവ കേൾക്കുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഇവയുടെ എല്ലുകൾ, അതായത് ഇവയുടെ എല്ലുകളാണ് ഇവയെ കേൾവിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതായത് ഈ പാമ്പുകൾ അതിന്റെ ഭൂമിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അവയുടെ എല്ലുകൾ എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യുകയും അവയുടെ ലോവർ ജോയിലൂടെ അവരുടെ തലച്ചോറിലേക്ക് അതിന്റെ സ്റ്റിമുലസ് നൽകുകയുമാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് പാമ്പ് കേൾക്കുന്നത് അല്ലെങ്കിൽ പാമ്പ് ഈ കമ്പനങ്ങൾ അറിയുന്നത്. ഇപ്പൊ നമുക്കൊരു പാമ്പിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ഒരിക്കലും പാമ്പ് കേൾക്കില്ല. പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അനങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒച്ച ഉണ്ടാക്കുമ്പോൾ ആ സമയത്താണ് പാമ്പ് മനസ്സിലാക്കുന്നത് മുമ്പിൽ ഒരു ഏതെങ്കിലും ഒരു ജീവിയോ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് പാമ്പ് മനസ്സിലാക്കുന്നത്, അല്ല പാമ്പ് കേൾക്കുന്നത്. അങ്ങനെയാണ് അവയുടെ എല്ലുകളിലൂടെയാണ്, കീഴ്ത്താടിയിലുള്ള എല്ലുകൾ വഴിയാണ് അവ ഈ പ്രകമ്പനങ്ങൾ എന്താക്കുന്നത്, അവ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മകുടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ യഥാർത്ഥത്തിൽ ഇവയ്ക്ക് കുറച്ച് കാഴ്ചയുള്ളത് കാരണമാണ് എന്ത് ചെയ്യുക, ഈ മകുടി മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പാമ്പ് മൂവ് ചെയ്യുന്നത്. അല്ല ഒരിക്കലും ഈ പറയുന്ന മകുടി ഊതുന്ന ആളെ അനുസരിച്ചിട്ടല്ല, ഈ മൂവ്മെന്റിനനുസരിച്ച് ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചയില്ലാത്ത കാരണമാണ് ഇവ എന്ത് ചെയ്യുന്നത്, ഈ മൂവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന് വളരെ ഡെവലപ്പ് ആയിട്ടുള്ള വേറൊരു കാര്യം സ്മെല്ലാണ്, അല്ലെങ്കിൽ മണം പിടിക്കാനുള്ള കഴിവാണ്. ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയും. സോ ഈ ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് പിൻവശത്ത് തലച്ചോറിനോട് ചേർന്നിട്ടുള്ള ഒരു അവയവമാണ് ജേക്കബ്സൺ ഓർഗൻ. ഈ ജേക്കബ്സൺ ഓർഗൻ ആണ് ഈ പറയുന്ന സ്മെല്ലിനെ സെൻസ് ചെയ്യുന്നത്. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പുകളുടെ നാവാണ്. നിങ്ങൾ ഒരുപക്ഷെ പാമ്പിനെ കണ്ടിട്ടുണ്ടാവും. പാമ്പ് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ പാമ്പിനെ കണ്ടുമുട്ടുമ്പോൾ പാമ്പ് ആദ്യം ചെയ്യുന്ന വെച്ചാൽ അതിന്റെ നാക്ക് പുറത്തിട്ടിട്ട് ചുറ്റും അതിനുള്ള സെൻസ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയാ സെൻസ് ചെയ്യാൻ വേണ്ടി നോക്കും. അത് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിന്റെ നാവ് 2 ഇതളുകളുള്ള അല്ലെങ്കിൽ 2ആയിട്ട് വിഘടിച്ചിട്ടുള്ള ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു ടങ്കാണ് പാമ്പിനുള്ളത്. അപ്പോൾ ഈ നാവ് ഉപയോഗിച്ചിട്ട് അത് മുകളിലും താഴെയുമായിട്ട് ഇത് എന്ത് ചെയ്യുക, ഈ 2 ലോബും വെച്ചിട്ട് മുകളിലും താഴെയായിട്ട് ഇതിങ്ങനെ ഷേക്ക് ചെയ്യും. അപ്പൊ ഈ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്മെല്ലുകൾ, അത് ഒരുപക്ഷെ ഇരയുടേതാകാം, അല്ലെങ്കിൽ മനുഷ്യന്റെ ആകാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാര്യമാവാം. അപ്പം അത് എന്ത് ചെയ്യുക, ഇത് ഈ നാവ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവ ഈ സ്മെല്ലിനെ, ആ ഒരു സ്റ്റിമുലസിനോ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലിനെ അബ്സോർബ് ചെയ്യുകയും അത് ഈ പറഞ്ഞ നെർവ് വഴി, നാഡീ കോശം വഴി നേരെ എവിടെ എത്തുന്നു, ഇവയുടെ ഈ ജേക്കബ്സൺ ഓർഗനിൽ എത്തുകയും ജേക്കബ്സൺ ഓർഗനിലൂടെ അത് ബ്രെയിനിൽ
എന്ത് ചെയ്യുക, അതിന്റെ സിഗ്നൽ കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ജേക്കബ്സിന്റെ ഓർഗനാണ് ഇവയുടെ, അതായത് പാമ്പിന്റെ ഈ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു തരം എന്താ പറയാ സെൻസറി ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാമ്പുകളുടെ കൂട്ടത്തില് പിറ്റ് വൈപ്പേഴ്സ് അല്ലെങ്കിൽ കുഴിമണ്ഡലി എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് പാമ്പുകളുണ്ട്. അണലി വർഗത്തിൽപ്പെടുന്ന വൈപ്പറുടെ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് കുഴിമണ്ഡലികളുണ്ട്. അപ്പൊ ഈ കുഴിമണ്ഡലികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറ്റു പാമ്പുകൾക്ക് ഇല്ലാത്ത ഒരു 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 എക്സ്ട്രാ ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു സെൻസറി മെക്കാനിസം ഇവർക്കുണ്ട്. നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവയുടെ കണ്ണിനും ഈ ഒരു മൂക്ക്, അതായത് ഒരു നേസൽ ഹോള് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ഒരു ചെറിയൊരു സുഷിരം കാണാൻ സാധിക്കും. സോ ഈ ഒരു പിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സുഷിരത്തിനെയാണ് എന്താ പറയാ ഹീറ്റ് സെൻസിറ്റീവ് പിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ താപ സംവേദനമായിട്ടുള്ള അവയവമാണത് എന്ന് പറയുന്നത്, ഹീറ്റ് സെൻസിറ്റീവ് പിറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഇത് പ്രധാനമായിട്ടും പിറ്റ് വേപ്പേഴ്സിലാണ് കാണപ്പെടുന്നത്. അതേപോലെ ഇതിന്റെ കുറച്ച് എന്താ പറയുക റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്പ് ആകാത്ത തരത്തിലുള്ള ഒരു മെക്കാനിസം ബോവാസ്, നമ്മുടെ പെരുമ്പാമ്പിന്റെ അല്ലെങ്കിൽ അനാക്കോണ്ട അതുപോലുള്ള വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിലും പെക്യുലർ ആയിട്ട് കാണപ്പെടുന്നത് ഈ അണലി വിഭാഗത്തിൽപ്പെടുന്ന പിറ്റ് വേപ്പേഴ്സിനാണ്. ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ഇവ പൊതുവെ രാത്രി സഞ്ചാരികളായിരിക്കും. ഇപ്പൊ രാത്രി സഞ്ചാരികളായിട്ടുള്ള കുറച്ച് മടിയന്മാരായിട്ടുള്ള ഈ പാമ്പുകൾക്ക് ഈ ചുറ്റും വരുന്ന എന്താ പറയാ ഇരകളുടെ ചൂട് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇപ്പൊ ഈ ചൂട് സെൻസ് ചെയ്യുന്നത് ഈ പറയുന്ന ഹീറ്റ് സെൻസിറ്റീവ് പിറ്റുകൾ വഴിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം ഒക്കെ മനസ്സിലാവും. ഇവയ്ക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ, പ്രധാനമായിട്ടും എലി പോലുള്ള ജീവികൾ അതിന്റെ സമീപത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഇവയുടെ ഹീറ്റ്, ചൂട് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഈ എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാം ബ്ലഡഡ് ആയിട്ടുള്ള അനിമലാണ്. അപ്പൊ നമ്മളെ സസ്തനികളെ പോലെ തന്നെ എന്താ പറയാ ഉഷ്ണരക്ത ജീവികളാണ് അതായത് ഈ എലികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സസ്തനികളായിരിക്കും പ്രധാനമായിട്ടും ഈ പാമ്പുകളുടെ ഇരകൾ. ഓക്കെ, അപ്പൊ ഇവരുടെ ചൂട് എളുപ്പത്തിന് ഈ പാമ്പിന് ഈ ഹീറ്റ് സെൻസിറ്റീവ് പിറ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. സോ അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പാമ്പുകളുടെ പ്രത്യേകതകളും ഒക്കെ പറയുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ള പാമ്പുകളെ പറ്റി കുറച്ചറിയാം. നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ പാമ്പുകളുണ്ട്, ഏതൊക്കെയാണ് നമ്മുടെ വളരെ കോമൺ ആയിട്ട് കാണുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കേരളത്തിൽ ഏകദേശം 104ഓളം അല്ലെങ്കിൽ 100ലധികം അല്ലെങ്കിൽ 104ഓളം സ്പീഷീസ് പാമ്പുകൾ കേരളത്തിലുണ്ട്. അത് ഏകദേശം 12 ഫാമിലി, 12 കുടുംബങ്ങളിലായിട്ട് 104ഓളം പാമ്പുകൾ കേരളത്തിൽ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ 104 സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്ടു പരിസരം, വയലുകൾ അല്ലെങ്കിൽ പുഴകൾ, കടലുകൾ, പിന്നെ കാടുകൾ തുടങ്ങി ഉള്ള പല അനവധിയായിട്ടുള്ള ഹാബിറ്ററ്റുകളിൽ, ആവാസ വ്യവസ്ഥകളിൽ കാണപ്പെടുന്ന എന്താ പറയാ പാമ്പുകളാണ് ഈ 104 സ്പീഷീസുകൾ. ഇതില് 21 സ്പീഷീസ് അല്ലെങ്കിൽ 20ഓ 21ഓ സ്പീഷീസ് മാത്രമാണ് എന്താ പറയാ വെനമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷാംശമുള്ളത്. 21 സ്പീഷീസ് ആണുള്ളത്. ഓക്കെ, 18 സ്പീഷീസുകൾ അല്ലെങ്കിൽ 18ഓ 20ഓ സ്പീഷീസുകളാണ് മൈൽഡ്ലി വെനമസ് ആയത്, അതായത് മിതമായ അളവിൽ വിഷമുള്ളത്. ബാക്കിയുള്ള 65 സ്പീഷീസോളം, 65ഓളം സ്പീഷീസ്, അതായത് ഇരട്ടിയിലധികം സ്പീഷീസുകളും എന്താണ് വിഷം ഇല്ലാത്ത പാമ്പുകളാണ്. ഓക്കെ, നമ്മൾ പക്ഷെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്ന എല്ലാ പാമ്പുകളും വിഷമുള്ള പാമ്പുകളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആയിരിക്കാം മനുഷ്യന് അപകടം ഉണ്ടാക്കാൻ സാധിക്കുന്ന പാമ്പുകൾ അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള വിഷമുള്ള പാമ്പുകൾ വെറും 21 എണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതില് 6 എണ്ണം കടൽപ്പാമ്പുകളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു 21 വരുന്ന വിഷമുള്ള പാമ്പുകളിൽ 6 എണ്ണം കടൽപ്പാമ്പുകളാണ്. ഈ കടൽപ്പാമ്പുകൾ കടിച്ചുള്ള കേസുകൾ വളരെ അപൂർവമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 12 പാമ്പുകളുടെ കുടുംബങ്ങളുടെ പേരാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇതിൽ വോം സ്നേക്സ്, നമ്മളെ കുരുടിപ്പാമ്പുകളുണ്ട്, ഷീൽഡ് ടെയിൽ സ്നേക്സിന്റെ യൂറോപെൽറ്റിഡേ വിഭാഗത്തിൽപ്പെടുന്നത്, അവ കവചപാലം പാമ്പുകൾ, പിന്നെ അതുപോലെ പൈത്തൻ അല്ലെങ്കിൽ നമ്മുടെ പെരുമ്പാമ്പിന്റെ കുടുംബത്തിൽപ്പെടുന്നത്, പിന്നെ ബോവാസ് നമ്മുടെ അനാക്കോണ്ടയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു 3 പാമ്പുകളുണ്ട്, പിന്നെ ഫൈൽ സ്നേക്സ്, പിന്നെ കൊളുബ്രിഡ് സ്നേക്സ്, പിന്നെ അതുപോലെ തന്നെ മറ്റു ഈ പറഞ്ഞ പോലെ ഇലാബിഡ് സ്നേക്സ്, വൈപ്പേഴ്സ്, അണലി വിഭാഗത്തിൽപ്പെടുന്ന ഇങ്ങനെ ഏകദേശം 12 ഫാമിലികളാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന പാമ്പുകൾ. അപ്പൊ നമുക്ക് അതിൽ ഓരോരോ പാമ്പുകളുടെ കാര്യം ജസ്റ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടുള്ള കുറച്ച് പാമ്പുകൾ നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം.
അതിൽ ഒന്നാമത്തെ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേം സ്നേക്സ് എന്ന് പറയും. നമ്മൾ കുരുടൻ പാമ്പ്, കുരുടിപ്പാമ്പ് എന്ന് അറിയപ്പെടുന്ന പാമ്പുകളാണ് ഈ വേം സ്നേക്ക് എന്ന് പറഞ്ഞത്. ചില ഭാഗങ്ങളിൽ എനിക്കൊന്ന് മലബാർ, കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിനെ അമ്മിഞ്ഞിക്കുടിയും പാമ്പ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഈ ഒരു പാമ്പിന്റെ പ്രത്യേകത ഇതൊരു മണ്ണിര പാമ്പ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിരെ പോലെ പൊതുവെ കാണപ്പെടും. പിന്നെ സൈസ് വളരെ ചെറുതാണ്. ഇവയ്ക്ക് കുരുടിപ്പാമ്പ് അല്ലെങ്കിൽ കുരുടൻ പാമ്പ് എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ കാഴ്ച ശക്തി വളരെ 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 കുറവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവയുടെ കണ്ണ് ഒരു കൃത്യമായിട്ടുള്ള കണ്ണ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് വളരെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഡോട്ട് പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. ഇവ ബഹുഭൂരിപക്ഷം സമയവും മണ്ണിനടിയിൽ കുറച്ച് നനവാർന്ന മണ്ണിലാണ് ഈ പറയുന്ന പാമ്പ് അധിക സമയവും ചെലവഴിക്കുന്നത്. പിന്നെ ഈ പാമ്പിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെറിയ ചെറിയ പ്രാണികളാണ്. ചെറിയ മണ്ണിൽ കാണുന്ന വളരെ ചെറിയ നേർത്ത പ്രാണികളാണ് ഇവയുടെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ ആദ്യം കാണുന്ന ഈ ഒരു പാമ്പിന്റെ പേരാണ് കൊക്കുരുട്ടി പാമ്പ്, ബീക്ഡ് വേം സ്നേക്ക് എന്ന് പറയും. ഈ രണ്ടാമത് കാണുന്ന പാമ്പാണ് ബ്രാഹ്മിണി സ്നേക്ക്, നേരത്തെ പറഞ്ഞ കുരുടൻ പാമ്പ് എന്നറിയപ്പെടുന്ന നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എന്താ പറയാ ഒരു പാമ്പാണ് ഈ പറഞ്ഞ ബ്രാഹ്മിണി വേം സ്നേക്ക്, കുരുടൻ പാമ്പ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷമുള്ള പാമ്പുകളല്ല, ഇവയ്ക്ക് വിഷമില്ല. അതുകൊണ്ട് തന്നെ ഇവ ഒരു തരത്തിലുള്ള എന്താ പറയാ നമുക്കൊരു ഹാനികരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെനം എന്നാണ് അറിയപ്പെടുന്നത്. വെനം എന്നാണ് പറയുന്നത്, പോയിസൺ എന്ന് പറയില്ല. അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിൽ ബ്ലഡിൽ കയറി പറ്റി കഴിഞ്ഞാൽ എന്താ പറയാ മറ്റു ബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബോഡിനെ എന്താ പറയാ വിഷമയമാക്കുന്ന, ബോഡിക്ക് റിയാക്ട് ചെയ്ത് എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്ന തരം എന്താ പറയാ ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ വെനം എന്നറിയപ്പെടുന്നത്. വെനം പൊതുവെ ഒരു പ്രോട്ടീൻ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. ഓക്കെ, പക്ഷേ നമ്മൾ പോയിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ ഫ്യൂരിഡൻ പോലുള്ള കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിസൺ ആണ്. അപ്പൊ ആ പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഈ പറഞ്ഞ പോലെ ദഹന വ്യവസ്ഥയിലോ ബ്ലഡിലോ എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ മാരകമായിട്ട് ബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും. സോ അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ പാമ്പിന്റെ വിഷത്തിനെ നമ്മൾ വെനം എന്നാണ്, വെനമസ് എന്നാണ് പറയുന്നത്, ഒരിക്കലും പോയിസണസ് എന്ന് പറയില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കും, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോ രണ്ടാമത്തെ ഒരു ഇനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തരം പാമ്പുകൾ ഒന്നാണ് ഈ ഷീൽഡ് ടെയിൽ സ്നേക്സ്. അപ്പൊ ഷീൽഡ് ടെയിൽ സ്നേക്സ് ഒരുപക്ഷെ നമ്മൾ വളരെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണാത്ത ഒരു തരം പാമ്പുകളാണ്. അപ്പൊ ഇവയെ കവചവാലൻ പാമ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വളരെ എന്താ ഭംഗിയുള്ള തരം പാമ്പുകളാണ് ഈ കവചവാലൻ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ വേം സ്നേക്സിന്റെ അല്ലെങ്കിൽ കുരുടൻ പാമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവയും ഈ പറഞ്ഞ പോലെ കാഴ്ചശക്തി വളരെ കുറഞ്ഞ തരം പാമ്പുകളാണ്. ഇപ്പൊ ഈ കാഴ്ചശക്തി എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇവ ഭൂരിഭാഗ സമയവും മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവയ്ക്ക് കാഴ്ച കൊണ്ട് വളരെ കാര്യമായിട്ടുള്ള എന്താ പറയുക ഉപയോഗം ഇല്ലാത്തത് കാരണമാണ് ഇവയുടെ കാഴ്ചശക്തി വളരെ കുറയാൻ കാരണം. അപ്പം ഇവയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവയുടെ കണ്ണുകൾ വളരെ ചെറുതായിരിക്കും. ഇവിടെ ശൽക്കങ്ങൾ കുറച്ചും കൂടെ പ്രകടമായ രീതിയിലായിരിക്കും. നിങ്ങൾ നേരത്തെ വേം സ്നേക്കിന്റെ അല്ലെങ്കിൽ കുരുടൻ പാമ്പിന്റെ കാര്യം ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രകടമായിട്ടുള്ള വലിയ സ്കെയിൽസുകൾ ഈ പറയുന്ന പാമ്പിന് കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ പുറം ഭാഗവും നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകുക ഇവയുടെ പുറം ഭാഗത്തെ സ്കെയിൽസ് കുറച്ചും കൂടെ വലുതും പ്രകടമായതുമാണ്. പിന്നെ അതിന്റെ ഉൾഭാഗം, അതിന്റെ അടിഭാഗം എന്താ പറയാ വളരെ എന്താ പറയാ വർണ്ണാഭമായിട്ടുള്ള പല പല നിറങ്ങളായിട്ട് കാണപ്പെടുന്ന എന്താ പറയാ ഇവയ്ക്ക് വളരെ കളർഫുൾ ആയിരിക്കും കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഈ കവചവാലൻ എന്ന പേര് വരാൻ കാരണം എന്താ ഈ ഒരു വാലാണ്. നിങ്ങൾ നമ്മുടെ മറ്റു പാമ്പുകളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വാല് ഇവയ്ക്ക് എന്താ പറയാ അവസാനം കൂർത്ത് നിൽക്കുന്ന തരം വാലുകൾ അല്ല, പകരം ഈ വാലിന്റെ അറ്റം ഇങ്ങനെ മുറിഞ്ഞതുപോലെയായിട്ടുള്ള തരം പാമ്പുകളെയാണ് നമ്മൾ ഈ കവചവാലൻ പാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാലിന്റെ അതായത് ഈ ഷീൽഡ് ടെയിൽ അല്ലെങ്കിൽ ഈ ഒരു മുറിഞ്ഞു പോയിട്ടുള്ള ഈ വാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ മണ്ണിൽ തുരന്നു പോകുന്ന സമയത്ത് കുഴിച്ചുപോയ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഷീൽഡായിട്ട് ഈ ഒരു വാല് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവയെ തിന്നാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുക, ഇവയുടെ തല ശരീരത്തിനുള്ളിലാക്കിയിട്ട്
ഈ വാല് കൊണ്ട് എന്ത് ചെയ്യാം, അവയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് നോക്കുന്നുണ്ട്, ഈ ഷീൽഡ് ടെയിൽ സ്നേക്സ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവയുടെ ഈ ഒരു വാലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു മഴ വരുന്ന സമയത്ത് പ്രജനനത്തിന് മാത്രമാണ് ഒരു ഒട്ടുമിക്ക സമയത്ത് ഈ പറയുന്ന കവചവലം പാമ്പുകൾ പുറത്തു വരാറുള്ളത്. പ്രധാനമായിട്ടും വളരെ നനവാർന്ന ഹ്യൂമസ് മേൽമണ്ണ് വരുന്ന ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ 30-ലധികം സ്പീഷീസ് ഈ ഷീൽഡ് ടെയിൽ സ്നേക്സിൻ്റെതുണ്ട്. ഓക്കെ, സോ അടുത്തൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അനാക്കോണ്ടയുടെ വിഭാഗം അല്ലെങ്കിൽ ബോവിഡെ എന്ന് പറയപ്പെടുന്ന ആ വിഭാഗത്തിൽ പെടുന്ന പാമ്പുകളാണ്. അപ്പൊ കേരളത്തിൽ ഈ ബോവ എന്ന് പറയുന്ന ഒരു 3 ഇനങ്ങളുണ്ട്. അതില് ഒന്ന്, ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പാമ്പിന്റെ പേര് കോമൺ സാൻഡ് ബോവ എന്നാണ്, മണ്ണൂലി പാമ്പ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാമ്പുകൾ പ്രധാനമായിട്ടും ഈ മണലുകൾ കുറച്ചും കൂടെ എന്താ പറയാ ഇളക്കമുള്ള മണലുകൾക്കടിയിൽ കുറച്ചും കൂടെ എന്താ പറയാ താമസിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന തരം പാമ്പുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവയെ മണ്ണൂലി പാമ്പ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇത് മാത്രമല്ല, മണലുകളിൽ മാത്രമല്ല, ചെങ്കൽപ്പാറകളിൽ കാണാറുണ്ട്. അതുപോലെ കുറച്ചുകൂടെ കുറ്റിക്കാട് പോലുള്ള കുറച്ച് ഇളക്കം തെറ്റുന്ന മറ്റു മണ്ണുള്ള പ്രദേശങ്ങളിലും ഈ മണ്ണൂലി പാമ്പുകൾ കാണാറുണ്ട്. അപ്പോ ഈ രണ്ടാമത് കാണുന്ന ഈ പാമ്പിന്റെ പേരാണ് റെഡ് സാൻഡ് ബോവ. നമ്മൾ ഇരുതല മൂരി എന്നറിയപ്പെടുന്ന എന്താ പറയാ വന്യജീവി കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാമ്പാണ്. നമ്മൾ ഇരുതല രണ്ട് തലയുണ്ട് എന്ന ഒരു വ്യാജേനെ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലീഗൽ ട്രാഫിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാമ്പാണ് ഈ റെഡ് സാൻഡ് ബോവ. അപ്പൊ ഇത് കുറച്ചും കൂടി വരണ്ട ഭാഗങ്ങളിലാണ്. കേരളത്തിൽ ഒരുപക്ഷെ കുറച്ച് കുറവായിരിക്കും. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റു ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് എനിക്കൊന്ന് ഈ റെഡ് സാൻഡ് ബോവ ഒരുപാട് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം ഇതിന്റെ രണ്ടാമത്തെ തലയല്ല, ഇതിന്റെ വാലാണ്. വാല് കുറച്ചും കൂടി എന്താ പറയാ പോയിന്റഡ് അല്ലാണ്ട് കുറച്ച് തിക്കായിട്ടുള്ളൊരു ടെയിലാണ് ഈ ഇരുതല മൂരിയുടേത്. പിന്നെ നിങ്ങളിപ്പോ ചോദിക്കുക എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇങ്ങനത്തെ ഒരു വാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തരം അഡാപ്റ്റേഷനാണ്. അതായത് നമ്മുടെ മറ്റു പ്രാണികളിൽ നിന്ന് പിന്നിൽ നിന്ന് പ്രാണികൾ ആക്രമിക്കാതിരിക്കാനായിട്ട് അതിന്റെ തല പോലുള്ള ഉള്ളത് കാരണം അത് പിന്നിൽ നിന്നുള്ള ആക്രമണങ്ങൾ എന്ത് ചെയ്യാം ഇതിന് തടയാൻ സാധിക്കും. അപ്പോൾ പുറകിൽ നിന്ന് ഏതെങ്കിലും ജീവി വരുമ്പോൾ ഇവയുടെ തല അവയെ നോക്കുന്നതായിട്ട് അവയ്ക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് ആ ഒരു തരം അഡാപ്റ്റേഷൻ ആണ് എന്താ പറയാ ഈ ഒരു വാല് എന്നറിയപ്പെടുന്നത്. അതൊരു ഒരിക്കലും ഒരു ഒറിജിനൽ തലയല്ല. പിന്നെ അതിൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വിറ്റക്കർ സാൻഡ് ബോയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണൂലി പാമ്പ് പോലെ തന്നെയാണ്. ഇവ കാണാൻ ഏകദേശം സെയിം ആണ്, ഏകദേശം ഒരുപോലെയാണെങ്കിൽ പോലും ഇവിടെ ശൽക്കങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആണ്, കുറച്ചും കൂടെ വളരെ നേർത്തതാണ്, ഇതുപോലെ പരുപരുത്തതല്ല. പിന്നെ ഇതുമായിട്ടുള്ളൊരു മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാല് കുറച്ചും കൂടെ തിക്കായിരിക്കും. ഈ റെഡ് സാൻഡ് ബോവിന്റെ കാര്യം പറഞ്ഞ പോലെ കുറച്ചുകൂടെ കട്ടിയുള്ള വാലുകളാണ് ഈ പറയുന്ന എന്താ പറയാ ഈ വിറ്റക്കർ സാൻഡ് ബോയ്ക്കുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ഇനം പാമ്പുകളും ഷീൽഡ് ടെയിൽ പാമ്പ് സ്നേക്ക് ആണെങ്കിലും ബോവ ആണെങ്കിലും ഇവയൊന്നും വിഷം ഉള്ള തരം പാമ്പുകളല്ല, ഇവയ്ക്ക് വിഷമില്ലാത്ത പാമ്പുകളാണ്. ഓക്കെ, സോ ഈ ഒരു പാമ്പിന് ഒരുപക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ മലയാളത്തിൽ കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന മൗണ്ടൻ ട്രിങ്കറ്റ് സ്നേക്ക് ആണ്. അപ്പോ ഈ ഒരു പാമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വിഷമില്ലാത്ത തരം പാമ്പിൽ പെട്ടതാണ് ഈ പറയുന്ന മൗണ്ടൻ ട്രിങ്കറ്റ് സ്നേക്ക് അല്ലെങ്കിൽ എന്താ പറയാ കാട്ടുപാമ്പ്. അപ്പോൾ ഈ ഒരു പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ കുറച്ച് അഗ്രസീവ് ആണ്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു ചിത്രം കാണുന്നില്ലേ, ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്രമണ സ്വഭാവം കാണിക്കുന്നതാണ് ഈ ഒരു ചിത്രം. അതായത് ഏതെങ്കിലും ഭീഷണി നേരിടുന്ന സമയത്ത് ഈ പാമ്പ് എന്ത് ചെയ്യാം, ഈ പാമ്പ് ശരീരം ഉയർത്തിയിട്ട് ഇതുപോലെ മടക്കി കുറച്ചും കൂടെ വലിപ്പം കുറച്ചുകൂടെ ഉള്ളിലോട്ട് വലിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സൈസ് കുറച്ച് കൂട്ടിയിട്ട് മറ്റു എന്താ പറയുക പ്രിഡേറ്റേഴ്സിനൊക്കെ പേടിപ്പിക്കാൻ ഉള്ളൊരു ഒരു തരം എന്താ പറയാ അതിന്റെ ഒരു സജ്ജീകരണമാണ് ഈ കാണുന്നത്, ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ ട്രിങ്കറ്റ് സ്നേക്കിൻ്റെ. ഓക്കെ, ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷമില്ലാത്ത പാമ്പാണ്. ഓക്കെ, ഇതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷമില്ലാത്ത പാമ്പുകള് ഇരകളെ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് എന്താ പറയാ അവയ്ക്ക് വിഷമില്ലാത്ത കാരണം ഇവയെ പിടിച്ച ശേഷം അതിനെ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടാണ് ഇവ ഭക്ഷിക്കുന്നത്. അപ്പൊ ഈ കാട്ടുപാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പാമ്പാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രധാനമായിട്ടും ചെറിയ എലികളെയൊക്കെയാണ് ഈ കാട്ടുപാമ്പ് ഭക്ഷണമാക്കുന്നത്. അവയ്ക്ക് ഈ വിഷമില്ലാത്ത കാരണം എന്താ ചെയ്യാ, ഇവ അതിനെ പിടിച്ച ശേഷം അതിനെ വരിഞ്ഞു മുറുക്കി അതിനെ ശ്വാസം മുട്ടിച്ചതിനെ എന്താ പറയാ കൊന്ന ശേഷം പതുക്കെ എന്താ പറയാ ഇവ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. പാമ്പുകൾ എപ്പോഴും ഭക്ഷണം ചവച്ചരയ്ക്കാനുള്ള പല്ലുകൾ അവർക്കില്ല. അപ്പൊ അവയ്ക്ക് ഉള്ളത് എന്താണ്, ഇവ വളരെ ചെറിയ നേർത്ത പല്ലുകളാണ് ഉള്ളത്.
അപ്പൊ അത് കാരണം ഇവ എന്ത് ചെയ്യുക, ഈ ഇരകളെ വിഴുങ്ങുകയാ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാമ്പിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ കോമൺ ആയിട്ട് കാണുന്ന നമ്മൾ വളരെ സുപരിചിതനായിട്ടുള്ള ചേരപ്പാമ്പാണ്, റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന. ഇപ്പൊ റാറ്റ് സ്നേക്ക് എന്ന് തന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികളാണ്. നമ്മുടെ കർഷകന്റെ മിത്രം എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പാണ് നമ്മുടെ ചേര എന്ന് പറഞ്ഞാൽ. ഈ ചേരപ്പാമ്പിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവയുടെ ഈ തലഭാഗത്ത് ഈ കണ്ണിനോട് ചേർന്ന് വളരെ എന്താ പറയാ ഗാഠമായിട്ടുള്ള കറുത്ത വരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചേരപ്പാമ്പിന്റെ ഏറ്റവും വളരെ എളുപ്പത്തിൽ എന്താ പറയാ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവയുടെ കണ്ണിനോട് ചേർന്ന് മുഖത്തിന്റെ ഈ ഒരു കവിൾ, ഈ ഒരു ഭാഗങ്ങളിൽ എന്താ പറയാ അപ്പുറത്തും ഇപ്പുറത്തും കറുത്ത ലൈനുകൾ കുറച്ച് ഗാഠമായിട്ടുണ്ടാവും. പിന്നെ മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാല കൂടാണ്ട്, രാജവെമ്പാല അല്ലാണ്ട് മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിപ്പം വയ്ക്കാൻ കുറച്ചും കൂടി നീളം ഉള്ള ഒരു പാമ്പ് കൂടിയാണ് ചേരപ്പാമ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്ന് നേരത്തെ പറഞ്ഞാൽ വിഷമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്, വിഷമില്ലാത്ത തരം പാമ്പാണ്. ഇവിടെ പ്രധാന ഭക്ഷണം എലികളാണ്. ഓക്കെ, സോ ഈ ഒരു പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് കോമൺ ആയിട്ട് കാണുന്നതാണ്. നമ്മൾ വിഷമുള്ള പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പലരും കൊല്ലുന്ന ഒരു പാമ്പാണ്. ഇതിന്റെ പേര് ചുരുട്ട, മലയാളത്തിൽ ചുരുട്ട എന്നറിയപ്പെടുന്ന ഇനം പാമ്പുകളാണ് കുക്രി സ്നേക്സ് എന്ന് പറയും. സോ കുക്രി സ്നേക്സ് ഏകദേശം 6ഓളം സ്പീഷീസ്, നമ്മുടെ 6ഓളം ഇനങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു 3 ഇനങ്ങളാണ് ഞാനിവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു മൂവരയും ചുരുട്ട എന്നറിയപ്പെടുന്ന കോമൺ കുക്രി സ്നേക്ക് ആണ്. ഇത് വെസ്റ്റേൺ കുക്രി, മലഞ്ചുരുട്ട, കുറച്ച് എന്താ പറയാ ഫോറസ്റ്റ് വനപ്രദേശങ്ങളിൽ കുറച്ച് കാണപ്പെടുന്ന പാമ്പാണ് വെസ്റ്റേൺ കുക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് റസൽസ് കുക്രി സ്നേക്ക് ആണ്, നമ്മൾ വള്ളിച്ചുട്ട എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ ഒരു 3 പാമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വിഷമില്ലാത്ത തരം പാമ്പുകളാണ്. പൊതുവെ കുറച്ച് അധികം വലിപ്പം വയ്ക്കാത്ത ഇവ കുറച്ചുകൂടെ മനുഷ്യനെ കാണുമ്പോൾ കുറച്ചുകൂടെ ചെറിയൊരു അഗ്രസീവ്നെസ് കാണിക്കും. പക്ഷെ ഇത് വിഷമില്ലാത്ത പാമ്പുകളാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പാമ്പാണ് ഈ പറയുന്ന ട്രീ സ്നേക്കുകൾ. ഇപ്പൊ ട്രീ സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പല പല പേരുകൾ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഒരുപാട് പേരുകളിൽ, തെക്കോട്ടെല്ലാം കൊമ്പേറി എന്ന പേരിൽ പറയുന്ന വില്ലൂന്നി എന്ന സാധാരണ നാമമുള്ള ഒരു പാമ്പാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വിഷമില്ലാത്ത 65ഓളം പാമ്പുകളിൽ പെട്ട ഒന്നാണ് ഈ ട്രീ സ്നേക്സ്, അല്ലെങ്കിൽ എന്താ പറയാ ഈ വില്ലൂന്നി പാമ്പുകൾ. ഇപ്പൊ വില്ലൂന്നി പാമ്പുകൾ ഏകദേശം 4ഓളം സ്പീഷീസുകളുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ നേർത്ത ശരീരത്തോടു കൂടി നമ്മുടെ മരങ്ങളിലെ ചില്ലകളിൽ കൂടെയൊക്കെ തെന്നിമാറിയെല്ലാം പോകുന്ന തരം പാമ്പുകളാണ് ഈ വില്ലൂന്നി പാമ്പുകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഇവർക്ക് എന്താ പറയാ ഒരു തരത്തിലുള്ള വിഷവുമില്ല, മനുഷ്യരെ ആക്രമണ സ്വഭാവം വെച്ച് കുറച്ച് കുറവുള്ള പാമ്പ് കൂടിയാണ്. പിന്നെ ഈ ഒരു പാമ്പ് നമ്മൾ ചുവർപ്പാമ്പ്, ചെന്നായി തലയൻ പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പാണ് ഈ വൂൾഫ് സ്നേക്ക് എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും മറ്റു പാമ്പുകളെ പോലെ തന്നെ ഇവ വിഷമില്ലാത്ത തരം പാമ്പുകളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലും സംശയിച്ചിട്ടുണ്ടാവും, ഈ കാണുന്ന പാമ്പ് നമ്മുടെ വെള്ളിക്കെട്ടൻ ശങ്കൂരൻ അല്ലേ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ല, ഇത് ശങ്കൂരനെ പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെ പോലെ തോന്നിക്കുന്ന വിഷമില്ലാത്ത കുറച്ച് സാധുവായിട്ടുള്ള ചുവർപാമ്പുകളാണ്. അപ്പൊ ഇവയുടെ പ്രത്യേകത, ഈ പാമ്പുകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ ഇവയ്ക്ക് നീളം കുറവായിരിക്കും. 2, ഇവയുടെ കണ്ണുകൾ അവയുടെ തലയിൽ നിന്ന് കുറച്ച് ഉന്തിയ തരം കണ്ണുകളായിരിക്കും, നല്ല കറുത്തിട്ട് കുറച്ച് ഉന്തിയ കണ്ണുകളായിരിക്കും. ഇവയുടെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീണ്ട് നമ്മുടെ ചെന്നായിനെ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള തലയുള്ള പാമ്പുകളാണ് ഈ വൂൾഫ് സ്നേക്കുകൾ. അപ്പോ അതുകൊണ്ടാണ് ഇവയ്ക്ക് ചെന്നായി തലയൻ പാമ്പ് എന്നൊരു പേര് വന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ഈ വളയങ്ങളാണ്. നിങ്ങൾ കുറച്ചും കൂടെ പാമ്പോടെ കുറച്ച് മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പാമ്പിന്റെ ഈ വളയങ്ങൾ വെച്ച് ഇതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ എന്താ പറയാ വെള്ളിക്കെട്ടൻ പാമ്പിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ഇവയുടെ ഈ ഒരു വളയങ്ങൾ വെച്ച് നമുക്ക് ഇവയെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു വൂൾഫ് സ്നേക്ക് ആണ് ഈ കാണുന്ന വൂൾഫ് സ്നേക്കുകൾക്ക് വിഷമില്ല. അടുത്തത് നമുക്ക് വളരെ സുപരിചിതനായിട്ടുള്ള നമ്മളായിട്ട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ഒരു പാമ്പാണ് നീർക്കോലി, നീർമണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്ന ചെക്കേർഡ് കീൽ ബാക്ക്. ഓക്കെ, അപ്പോ ഇവയുടെ പേര് കീൽ ബാക്ക് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവയുടെ ശൽക്കങ്ങൾ കുറച്ചുകൂടി പരുപരുത്തതാണ്, കുറച്ചുകൂടി റഫ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ് ഈ പാമ്പുകൾക്കുള്ളത്. ഓക്കെ, അപ്പൊ അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുക ചെക്കേർഡ് കീൽ ബാക്ക് അല്ലെങ്കിൽ കീൽ ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇനം പാമ്പിനെ, ഇപ്പൊ കീൽ ബാക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റും ഒരുപാട് ഇനം പാമ്പുകൾ വേറെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ നീർക്കോലി നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രധാന കാരണം ഇവയുടെ കണ്ണിന് ചുറ്റും കാണുന്ന ഈ 2 വരകളാണ്. കണ്ടോ,
കണ്ണിന് ചുറ്റും പോകുന്ന ഈ 2 വരകളാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നീർക്കോലുകളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഈ ചെക്കേഡ് എന്ന് പറയാൻ കാര്യം ഇവയ്ക്ക് ഈ കറുപ്പും മഞ്ഞയും ഇടകലർന്നിട്ട് ഏകദേശം കണ്ടോ ഈ ചതുരം ചതുരം കണക്കാണ് ഇവയുടെ പാറ്റേൺസ് പോകുന്നത്. അത് കാരണമാണ് ഇവയെ നമ്മൾ ചെക്കേഡ് കീൽ ബാക്ക് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെയാണ് ഇത് ഈ പാമ്പിന് വിഷമില്ല. അപ്പോൾ നമ്മൾ പണ്ട് പഴമക്കാർ പറയുന്ന പോലെ നീർക്കോല് കടിച്ചാൽ അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് വെറുതെയാണ്. ഇവയ്ക്ക് വിഷമില്ലാത്ത കാരണം നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ ഇവയുടെ പല്ലുകൾ കുറച്ചും കൂടെ എന്താ പറയാ കൂർത്തതായത് കാരണം നമുക്കൊരു ചെറിയ മുറിവുകൾ ഉണ്ടാൻ സാധ്യതയുണ്ട് നീർക്കോല് കടിച്ചു കഴിഞ്ഞാൽ. അതിന്റെ ചെറിയ അസ്വസ്ഥത ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള എന്താ പറയാ വിഷത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഈ ഒരു പാമ്പ് ഒരുപക്ഷെ മലബാറുകാർക്ക് വളരെ സുപരിചിതനായിട്ടുള്ള പാമ്പാണ് ബഫ് സ്ട്രൈപ്ഡ് കീൽ ബാക്ക് എന്ന് പറയുന്ന തേളിയൻ പാമ്പ്, തെയ്യൻ പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന, ദേവി പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പാമ്പാണ്. വളരെ സാധുവായിട്ടുള്ള ഒരു പാമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നീർക്കോലിയുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു പാമ്പാണ്. ഇവയ്ക്കും ഈ പറഞ്ഞ പോലെ ശൽക്കങ്ങൾ കുറച്ച് പരുപരുത്തതായതുകൊണ്ടാണ് ഇവ കീൽ ബാക്ക് എന്നറിയപ്പെടുന്ന ആ ഒരു നീർക്കോലിയുടെ വിഭാഗത്തിൽ വരാൻ കാരണം. അപ്പൊ ഈ പാമ്പിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വര കാണുന്നുണ്ടാവും. ഇവയുടെ ശരീരത്തിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു 2 വരകൾ ഇങ്ങനെ ശരീരത്തിന്റെ ഈ ഒരു ബോഡിയുടെ 2 വശങ്ങളിലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാണാൻ സാധിക്കും. പിന്നെ ഇവയുടെ അപ്പർ ബോഡി കുറച്ചുകൂടെ മേൽ ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കണ്ട ഇതുപോലുള്ള വരകൾ, അത് വെള്ളയും കറുപ്പുമായിട്ട് ഇടകലർന്ന വരകൾ ഇവയുടെ അപ്പർ ബോഡിയിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേകത വെച്ചിട്ട് നിങ്ങൾക്ക് ഈ തെയ്യൻ പാമ്പിനെ എന്താ പറയാൻ പറ്റും, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ചെറിയൊരു പാമ്പ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷമില്ല. പിന്നെ ഈ ഒരു പാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു മിത്തുണ്ട്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ അത് കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കും എന്നൊരു മിത്ത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതൊരു തെറ്റാണ്. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇവയ്ക്ക് വിഷമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പൊതുവെ ഇതിന്റെ എന്താ പറയാ മേറ്റിംഗ് സീസൺ ആവുമ്പോൾ, ഇണചേരുന്ന സമയമാകുമ്പോൾ ഒരു പെണ്ണിന് പുറകെ ഒരുപാട് ആൺപാമ്പുകൾ ഒരു പെണ്ണിനായിട്ട് മേറ്റ് ചെയ്യാനായിട്ട് ഇവയുടെ പുറകെ പോകും. ഓക്കെ, നമുക്കറിയായിരിക്കും ഇവയുടെ പാമ്പുകൾ പൊതുവെ ഇവയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫിറമോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഈ പെണ്ണ് പോകുമ്പോൾ, അത് മേറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ആ പെണ്ണ് പുറപ്പെടുവിക്കുന്ന ഫിറമോൺസിന്റെ സെൻസ് പിടിച്ചിട്ട് ആൺപാമ്പുകൾ ഇവയായിട്ട് മേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി നമ്മൾ എന്താ പറയാ ഇവ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കാൻ വരുന്നു നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ, കാര്യം ഇതൊരു പോളിഗ്യാമസ് ആയിട്ടുള്ള ഒരുതരം പാമ്പാണ്. അതുകൊണ്ടാണ്, അതായത് ഒന്നിലധികം ഇണകളുമായിട്ട് ചേരുന്ന തരം പാമ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു വിഷമില്ലാത്ത പാമ്പുകളുടെ കാര്യമെല്ലാം പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു പച്ചോല പാമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു പാമ്പാണ് പച്ചോല പാമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഏകദേശം ഒരു 6ഓളം സ്പീഷീസുകൾ പാമ്പുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതില് ഒരു 4എണ്ണത്തിനാണ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചിട്ടുള്ളത്. വളരെ കോമൺ ആയിട്ട്, വളരെ എന്താ പറയാ സാധാരണയായിട്ട് കണ്ടുവരുന്ന പാമ്പാണ് ഈ പച്ചോല പാമ്പ്. അപ്പൊ ഇതിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഇസബെല്ലിൻ വൈൻ സ്നേക്കും ഗുന്തർ സ്നേക്സ് ഒക്കെ കുറച്ചുകൂടെ ഉൾക്കാടുകളിൽ, കുറച്ചും കൂടെ ഉയരം ചെന്ന പ്രദേശങ്ങളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന തരം പാമ്പുകളാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു മൈൽഡ്ലി വെനമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിതമായ അളവിൽ വിഷമുള്ള പാമ്പാണ്. അപ്പോ ഇവയുടെ വിഷം കാരണം അവരുടെ ചെറിയ ചെറിയ ഇരകളായിട്ടുള്ള ചെറിയ എലികളെയെല്ലാം കൊല്ലാൻ വേണ്ടി മാത്രം വീര്യമുള്ള അളവുള്ള വിഷമാണ് ഇവയ്ക്കുള്ളത്, ഈ വൈൻ സ്നേക്സിനുള്ളത്. ഓക്കെ, ഇത് മനുഷ്യനെ ഒരു വിഷയം കടിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള എഫക്റ്റും അല്ലെങ്കിൽ ദോഷങ്ങളും ഉണ്ടാകുന്നില്ല. മറ്റൊരു പാമ്പ് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, ഇതിനെ കാറ്റ് സ്നേക്സ് എന്ന് പറയും. ബോയിഗ ജീനസിൽ ഉൾപ്പെടുന്ന കാറ്റ് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചക്കണ്ണൻ പാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പൂച്ചക്കണ്ണൻ പാമ്പ് ഇത് വളരെ നേർത്ത ശരീരമുള്ള, വളരെ നീളം ഉള്ള ഒരു പാമ്പാണ്. ഇവയുടെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ശരീരത്തിനെ അപേക്ഷിച്ച് വീതി കൂടിയതും ഒരു ഏകദേശം ഒരു ത്രികോണ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ത്രികോണ ആകൃതിയിലുള്ള ഒരു തലയുള്ള പാമ്പാണ് ഈ പൂച്ചക്കണ്ണൻ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പൂച്ചക്കണ്ണൻ പാമ്പിന്റെ മറ്റൊരു പ്രത്യേകത ഇവയുടെ കണ്ണുകളാണ്. വളരെ വലിപ്പമുള്ള കണ്ണുകളായിരിക്കും ഇവയ്ക്കുള്ളത്. നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാകും. കുറച്ചുകൂടെ വളരെ വലിപ്പമുള്ള കണ്ണുകളാണ് ഇവയുടെ. നേരത്തെ തന്നെ ആദ്യം ഇതിന്റെ മുൻ സ്ലൈഡുകളിൽ പറഞ്ഞ പോലെ ഇവയുടെ കൃഷ്ണമണി വളരെ നേർത്ത ടൈപ്പാണ്. ഓക്കെ, ഇത് കൂടുതൽ രാത്രി കാലങ്ങളിൽ കുറച്ചുകൂടി സജീവമാകുന്ന തരം പാമ്പുകളാണ്.
അതുകൊണ്ടാണ് അവയുടെ കൃഷ്ണമണി കുറച്ചും കൂടി നേർത്തതായത്. ഓക്കെ, പിന്നെ ഇവയുടെ കണ്ണുകൾ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിയാൽ മനസ്സിലാകും, ഇവയുടെ ഈ ഒരു തലയിൽ നിന്ന് കുറച്ചുകൂടെ ഉന്തിയിട്ടാണത്. നമ്മുടെ നേരത്തെ ചുവർപാമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവയുടെ കണ്ണുകൾ കുറച്ചുകൂടെ വലിപ്പ കൂടുതലും ഈ പൊതുവെ തലയിൽ നിന്നും ഉന്തിയതുമായിരിക്കും. അപ്പൊ ഇവയ്ക്ക് നേരത്തെ ഞാൻ പച്ചോലപ്പാമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ മൈൽഡ്ലി വെനമസ് ആണ്. അതായത് ഇവയ്ക്ക് മിതമായ അളവിൽ മാത്രം വിഷമുള്ളവയാണ്, മനുഷ്യന് ഹാനികരം ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഞാൻ നേരത്തെ നമുക്ക് പറഞ്ഞ പാമ്പുകളിൽ മറ്റൊരു വളരെ സാധാരണയായിട്ട് നമ്മൾ അറിയുന്ന, നമുക്ക് കാണുന്ന കണ്ട് പരിചയമുള്ള ഒരു പാമ്പാണ് പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ റോക്ക് പൈത്തൺ. അപ്പൊ ഈ ഒരു പാമ്പിനെ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിന് വിഷമില്ല. പക്ഷെ ഇത് അതിന്റെ വലിപ്പ കൂടുതൽ കാരണം ഈ കാണുന്ന പോലെ വലിയ വലിയ ഇരകളെയൊക്കെ ഇതിന് വിഴുങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ള ഒരു തരം ജീവിയാണ് ഈ ഇന്ത്യൻ റോക്ക് പൈത്തൺ. വലിപ്പമേറിയ പാമ്പുകളിൽ പെട്ട ഒന്നാണ്. ഇതിന് ഏകദേശം ഈ ഒരു സൈസിലുള്ള മാനിനെയൊക്കെ, കുറച്ച് വലിപ്പമുള്ള മാനിനെ വരെ എന്താ പറയുക അകത്താക്കാനുള്ള കെൽപ്പുള്ള പാമ്പുകളാണ് ഇന്ത്യൻ റോക്ക് പൈത്തൺ. ഞാൻ നേരത്തെ കാട്ടുപാമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ പാമ്പുകളും എന്താ പറയുക വിഷമില്ലാത്തത് കാരണം ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ്, ഇരയെ പിടിച്ച ശേഷം അവയുടെ മറ്റു ശരീരം കൊണ്ട് ആ ഇരയെ വലിഞ്ഞു മുറുക്കി അതിന് ശ്വാസം മുട്ടിച്ച് അതിന് കൊന്ന ശേഷം അതിനെന്ത് ചെയ്യുക, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇവയുടെ പല്ലുകൾ, ഈ പാമ്പുകൾക്ക് മേൽഭാഗത്ത് 4 വരി പല്ലുകളാണുള്ളത്. അതായത് നമ്മുടെ സ്വാഭാവികമായിട്ട് കാണുന്ന പല്ലുകൾ ഉൾപ്പെടെ അതിന്റെ അണ്ണാക്കിലാൻഡ്, ഇതിന്റെ മേൽ താടിയുടെ ആ മോണ ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ നിരയായിട്ട് 2 വരിയും കൂടെ ഉണ്ട് പല്ലുകൾ. അപ്പോൾ ആ പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വിഴുങ്ങുന്ന ജീവികളെ ആ പല്ല് ഉപയോഗിച്ചിട്ട് പിടിച്ച് ഉള്ളിലോട്ട് ഉന്തിവിടാൻ, അത് വായ്ക്കകത്തോട്ട് തള്ളിവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പല്ലുകളാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 6 സ്പീഷീസ് കടൽ പാമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കടൽ പാമ്പുകൾ നേരത്തെ പറഞ്ഞ പോലെ അവ കടലിലാണ് കാണുന്നത്. വളരെ വിഷമുള്ള അല്ലെങ്കിൽ ഹൈലി വെനമസ് ആയിട്ടുള്ള വളരെ വിഷമുള്ള പാമ്പുകളാണ് ഇത്, ഈ സീ സ്നേക്സ് അല്ലെങ്കിൽ കടൽ പാമ്പുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു ചിത്രം കണ്ടാൽ മനസ്സിലാക്കും, വളരെ ബ്രൈറ്റ്ലി കളേർഡ് ഒന്നും ആയിരിക്കില്ല, നല്ല ഒരുപാട് വർണ്ണങ്ങളുള്ള പാമ്പുകളൊന്നല്ല. പിന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ വാലുകൾ കുറച്ച് പരന്നതായിരിക്കും. നമ്മുടെ കരയിൽ കാണുന്ന പാമ്പുകളെ പോലെ കൂർത്ത വാലുകൾ ഇവയ്ക്ക് ഉണ്ടാവില്ല. ഇവയ്ക്ക് കുറച്ചുകൂടെ പരന്ന വാലുകളാണുള്ളത്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഈ വാലുകൾ പരന്നതായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം വെള്ളത്തിൽ നീന്താനായിട്ട് ഇവയെ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഇവയ്ക്ക് എന്താ പറയാ ചിറകുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കഴിഞ്ഞാൽ ഇവയുടെ വാലുകൾ ഉപയോഗിച്ച്, വാലുകൾ ഒരു പാഡിൽ പോലെ, അതായത് നമ്മുടെ തുഴ പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ തുഴഞ്ഞു പോകാനായിട്ട് ഇവയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം വെള്ളത്തിൽ ജീവിക്കുമ്പോൾ ഒരു അഡാപ്റ്റേഷൻ ഇവർക്ക് വേണം. അതായത് ഏതെങ്കിലും നമ്മുടെ മീനുകളെല്ലാം ചെകിളപ്പൂക്കൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഗിൽസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ശ്വാസം എടുക്കുന്നത് വെള്ളത്തിനകത്ത്. പക്ഷേ ഈ കടൽ പാമ്പുകൾക്ക് അങ്ങനെ ഒരു അവയവം ഇല്ലാത്തത് കാരണം ഇവയ്ക്കെല്ലാം ലെങ്സ് ആണുള്ളത്. നമുക്കെല്ലാം ഉള്ള പോലെ ഒരു ലെങ്സ് ഉണ്ട്, കുറച്ചുകൂടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്ത തരത്തിലുള്ള ഒരു ശ്വാസകോശമുണ്ട്. അപ്പോൾ അത് കാരണം ഇവയ്ക്ക് വെള്ളത്തിന് അടിയിൽ ശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവ എന്ത് ചെയ്യുക, ഇവയ്ക്ക് ഇടവിട്ട് കടലിന്റെ ഉപരിതലത്തിൽ വന്നിട്ട് ശ്വാസം എടുത്തിട്ട് വേണം താഴെ പോകാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് രണ്ട് വളരെ കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന 2 സീ സ്നേക്സിനെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒന്ന് അന്യുലേറ്റഡ് സീ സ്നേക്കും, ഒന്ന് ഹൂക്ക് നോസ്ഡ് സീ സ്നേക്കും. അപ്പൊ ഈ ഹൂക്ക് നോസ്ഡ് എന്ന് പറഞ്ഞാൽ അവയുടെ മുഖത്തൊരു ഹുക്ക് പോലുള്ള ആകൃതിയിലുള്ള മുഖമായതുകൊണ്ടാണ് അവയ്ക്ക് ഹൂക്ക് നോസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പൊ ഞാൻ കടൽപ്പാമ്പിന്റെ കാര്യം പറഞ്ഞു. ഇനി മറ്റൊരു കുറച്ചുകൂടെ വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുറെ തരം പാമ്പുകളാണ് കോറൽ സ്നേക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കോറൽ സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വളരെ വർണ്ണാത്മകമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള പാമ്പുകളാണ് ഇവ. നേരത്തെ പറഞ്ഞ നമ്മുടെ ക്രൈറ്റിന്റെ ഒക്കെ അതായത് നമ്മുടെ ശങ്കൂരയൻ, വെള്ളിക്കെട്ടൻ അവയുടെ വിഭാഗത്തിൽ പെടുന്ന ഇലാപ്പിഡെ എന്ന വിഭാഗത്തിൽ പെടുന്ന പാമ്പാണ്. അപ്പൊ ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഹൈലി വെനമസ് ആണ്, വളരെ വിഷാംശമുള്ളതാണ്. പക്ഷേ ഇവ കുറച്ചുകൂടെ ഒരു ബറോവിങ് ആണ്, കുറച്ചും കൂടെ എന്താ പറയാ മണ്ണിനടിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന തരം പാമ്പുകളാണ്. അപ്പൊ അത് കാരണം ഇവയുടെ കാഴ്ചശക്തി കുറച്ച് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവയുടെ കണ്ണുകൾ ഇതിലെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കുറച്ചുകൂടി ചെറിയ കണ്ണുകളായിരിക്കും ഇവയ്ക്കുള്ളത്. അപ്പോ ഇവ മനുഷ്യനെ കടിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വളരെ 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 അപൂർവം മാത്രമാണ്, ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ആയത് കാരണം ഇവയെ നമ്മളൊരു ത്രട്ട് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഓക്കെ, കടൽപ്പാമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവ പൊതുവെ ആക്രമണ സ്വഭാവം ഇല്ലാത്ത തരം പാമ്പുകളാണ്. അപ്പൊ ഈ ആദ്യം കാണുന്ന പാമ്പിന്റെ പേരാണ് ബിബ്രോൺസ് കോറൽ സ്നേക്ക് എന്ന് പറയും. ബിബ്രോൺസ് കോറൽ സ്നേക്ക് അഥവാ
ആം, വരയൻ പവിഴപ്പാമ്പ് അങ്ങനെ സംതിങ്. ഓക്കെ, ഇപ്പൊ ഈ രണ്ടാമത്തതിന്റെ പേര് ഇത് സ്ലെൻഡർ കോറൽ സ്നേക്ക് ആണ്. നമ്മൾ എഴുത്താണി മൂർഖൻ എന്നറിയപ്പെടുന്ന പാമ്പാന്ന്. സോറി, ഇതിന്റെ പേര് എഴുത്താണി വരയൻ എന്നാണ്. ഓക്കെ ഓക്കെ, ഇത് എഴുത്താണി വരയനും ഇത് എഴുത്താണി മൂർഖനും. ഓക്കെ, അപ്പൊ ഈ ഒരു പാമ്പിനെ പോലെ മറ്റൊരു പാമ്പും കൂടിയുണ്ട്. ഒരു എഴുത്താണി ചുരുട്ട എന്ന് അറിയപ്പെടുന്ന വിഷമില്ലാത്ത ഒരു പാമ്പുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കോമൺ ആയിട്ട് കാണപ്പെടുന്ന, നമ്മൾ ഈ ഒരു പാമ്പാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു പാമ്പ് കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പാമ്പുകളുടെ കാര്യങ്ങൾ കുറെ പറഞ്ഞു. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പാമ്പുകളുടെ അല്ലെങ്കിൽ പാമ്പിന്റെ വിഭാഗത്തെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതില് നമ്മൾ ഒരുപക്ഷെ നമ്മളെല്ലാവർക്കും വളരെ അറിഞ്ഞിരിക്കേണ്ട, സാധാരണ ആൾക്കാർ പോലെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു 4 പാമ്പുകൾ, ഈ 4 പാമ്പുകളെ കൂടി ചേർത്തിട്ട് ബിഗ് 4 സ്നേക്സ് എന്നാണ് പറയുന്നത്. ബിഗ് 4 സ്നേക്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവയെ ബിഗ് 4 സ്നേക്സ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പാമ്പിനെ അറിയായിരിക്കും. ഈ ആദ്യം കാണുന്ന പാമ്പാണ് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന മൂർഖൻ എന്നറിയപ്പെടുന്ന പാമ്പ്. ഈ രണ്ടാമത് കാണുന്നതാണ് എന്താ, അണലിപ്പാമ്പ്. അണലി, ചേനത്തണ്ടൻ, വട്ടക്കൂറ എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പ്. ഈ മൂന്നാമത് കാണപ്പെടുന്ന പാമ്പാണ് ചിലപ്പോൾ നമ്മുടെ ചീമേനി ഉൾപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന, കുറച്ച് വരണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ കാണപ്പെടുന്ന, കേരളത്തിൽ വരണ്ട സ്ഥലങ്ങളിലും പിന്നെ മറ്റു പ്രദേശങ്ങളിലും കുറച്ച് വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന സോസ്കെയിൽഡ് വൈപ്പർ എന്നറിയപ്പെടുന്ന രക്തമണ്ഡലി അല്ലെങ്കിൽ അറക്കവാൾ മണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്ന എന്താ പറയാ ഒരു പാമ്പാണ് ഈ മൂന്നാമത് കാണുന്നത്. ഈ നാലാമത് കാണുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളവളപ്പാൻ എന്നൊക്കെ വന്ന പല പല പേരിൽ അറിയപ്പെടുന്ന എന്താ പറയാ കോമൺ ക്രേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 പാമ്പുകളെ ബിഗ് 4 എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പക്ഷെ മൂർഖൻ പാമ്പിനെ എല്ലാവർക്കും വളരെ വളരെ കോമൺ ആയിട്ട് അറിയുന്ന, നമ്മുടെ ഈ പറഞ്ഞ ഹൈന്ദവ വിശ്വാസത്തിലാണെങ്കിലും കാവുകളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ നാഗമെന്നും സർപ്പമെന്നും എല്ലാം വിശേഷിപ്പിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന പാമ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂർഖൻ പാമ്പാണ്. ഇപ്പൊ നജ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഈ ഒരു പാമ്പിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവയുടെ പുറം ഭാഗത്ത്, അതായത് അവയുടെ തലയ്ക്ക് ബേക്ക് പുറകുവശത്തായിട്ട് ഇറടയാളത്തില് ഒരു മാർക്ക് ഉണ്ട്, കണ്ടോ? ഇതാണ് നമ്മൾ ഈ മൂർഖൻ പാമ്പിനെ തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവയുടെ ഈ ഒരു ഭാഗത്ത് ഈ 2 കണ്ണുകൾ പോലുള്ള ഒരു ഇതുണ്ടാവും, ഈ ഒരു അടയാളം ഉണ്ടാവും. ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു പാച്ചസ് ഇതിന് നമ്മൾ അറിയാൻ ഉപയോഗിക്കും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ പത്തിയാണ്. അത് സാധാരണ പാമ്പിനെ അപേക്ഷിച്ചിട്ട് ഇവയുടെ തലയിൽ നിന്നും ഈ ഒരു കഴുത്ത്, അവയുടെ തലയായിട്ട് ചേർന്ന് പോകുന്ന ഈ ഒരു ഭാഗത്തെ കുറച്ച് എൻലാർജ്, കുറച്ച് വിസ്തൃതമാക്കിക്കൊണ്ട് ഒരു പത്തിയുണ്ട്. ഓക്കെ, ഈ ഒരു പത്തിയും എന്താണ് ഈ ഒരു പാമ്പിന്റെ പ്രത്യേകതയാണ്. മറ്റു ഒരുപാട് പാമ്പുകൾക്കൊന്നുമില്ല. രാജവൻ പോലെ പിന്നെ വളരെ വിരളമായിട്ട് നീർക്കൂലിയൊക്കെ ഇങ്ങനെ പത്തി വിടർത്താറുണ്ട്. എങ്കിലും പത്തി വളരെ ആകർഷണമായിട്ടുള്ളത് ഈ ഒരു നമ്മുടെ മൂർഖനിലാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ മൂർഖൻ പാമ്പിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു സൂചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മരണങ്ങൾക്ക് കാരണമായിട്ടുള്ള പാമ്പാണ് ഈ മൂർഖൻ പാമ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മൂർഖൻ പാമ്പ് രാത്രിയും പകലും അത്യാവശ്യം ഒരുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. പിന്നെ ഇവയുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീവ്യൂഹത്തിനെയാണ് ബാധിക്കുക. ഓക്കെ, നാഡീവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ സുഷ്മിത മറ്റു നാഡീ വ്യവസ്ഥയുമാണ് ഇതിന്റെ വിഷം ബാധിക്കുക. അപ്പൊ ഇവയുടെ പാമ്പിന്റെ കടി ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ണ് പകുതി അടയുന്ന പോലെയും നമുക്ക് ഛർദ്ദിക്കാനും പിന്നെ അത് പറഞ്ഞാൽ പെട്ടെന്ന് അത് കുഴഞ്ഞു വീഴുവാനും എല്ലാം കാരണം എന്താണ്, ഈ ഒരു പാമ്പിന്റെ വിഷം കാരണമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാമ്പിന്റെ വിഷത്തിനെ ന്യൂറോടോക്സിക് എന്നറിയപ്പെടുന്ന, നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന കാരണം ഇതിനെ ന്യൂറോടോക്സിക് വെനം എന്നറിയപ്പെടുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എന്താ പറയാ മൂർഖന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു 2 പാമ്പിന് ചില സമയങ്ങളിൽ, ചില അവസ്ഥകളിൽ നമുക്ക് ഈ റാറ്റ് സ്നേക്ക്, കുറച്ചും കൂടെ പഴക്കം ചെന്ന സ്കെയിലുകളുള്ള റാറ്റ് സ്നേക്കിനെ ഈ കോബ്രയുമായിട്ട്, അതായത് നമ്മുടെ ഈ മൂർഖൻ പാമ്പുമായിട്ട് തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു അടയാളം ശ്രദ്ധിക്കുക. അതുപോലെ ചേരയാണെങ്കിൽ ചേരയ്ക്ക് ഈ കണ്ണിന് താഴെയായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് മാർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. കണ്ണിന് താഴെയും പിന്നെ വാലിന്, ഈ വാല് കണ്ടോ, ഈ വാലിന്റെ അവിടെയും വളരെ തിക്കായിട്ടുള്ള ബ്ലാക്ക് ലൈനിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു 2 പാമ്പിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു
പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ബിഗ് ഫോറിൽ ഉൾപ്പെടുന്ന മറ്റൊരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു പാമ്പാണ് കോമൺ ക്രേറ്റ്, അല്ലെങ്കിൽ ശംഖുവരയൻ, വളവളാപ്പൻ, അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പാണ്. അപ്പൊ ഈ ഒരു പാമ്പിന്റെ ഒരു പ്രത്യേകത, ഒരു പക്ഷെ എല്ലാവരും വളരെ ഈ ഒരു നിറത്തിൽ ഈ ഒരു പാറ്റേൺ കാണുന്ന എല്ലാ പാമ്പിനെയും ശംഖുവരൻ പാമ്പ് എന്ന് പറയാറുണ്ട്. ബ്ലാക്ക് ഈ ഒരു വൈറ്റ് ലൈനിങ് ഉള്ള പാമ്പാണ് നമ്മൾ പൊതുവെ ശംഖുവരൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ശംഖുവരൻ പാമ്പിന്റെ അല്ലെങ്കിൽ ഈ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ഈ ഒരു ക്രേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രേറ്റ് ആണ് ഏറ്റവും വീര്യം കൂടിയ പാമ്പ്. ഇന്ത്യയിൽ തന്നെ കാണപ്പെടുന്ന പാമ്പുകളിൽ ഏറ്റവും വീര്യമുള്ള വിഷമുള്ള പാമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കോമൺ ക്രേറ്റ് ആണ്. ഓക്കെ, അപ്പോ ഈ പാമ്പിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവയുടെ ഈ ഒരു വരകളാണ് ഒന്നാമത് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവയുടെ വരകൾ. ഈ ഒരു വരകൾ രണ്ട് വരകളായിട്ട് ജോഡിയായിട്ടാണ് മിക്ക സമയങ്ങളിൽ ഒരു പൂർണ്ണ വളർച്ച എത്തിയ പാമ്പുകളിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് പേരായിട്ട് ഇവയുടെ ഈ വരകൾ കാണാൻ സാധിക്കും. ഒന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ ഇവരെ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവയുടെ ഈ മേൽഭാഗം, ഒരു സാധാരണക്കാരന് ഈ പാമ്പിനെ എടുത്ത് ഇതിന്റെ ഈ ഒരു സ്കെയിൽ നോക്കാൻ സാധിക്കില്ല, എങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവയുടെ ഈ മേൽഭാഗത്ത്, അതായത് ഈ മേൽഭാഗത്ത് കാണുന്ന ഒരു വരി ശൽക്കങ്ങൾ, ഒരു സ്കെയിലുകൾ, ഇത് ഏകദേശം ഷഡ്ഭുജാകൃതിയിലാണുള്ളത്. 6 വശമുള്ള ഈ ഒരു ആകൃതിയായിട്ടാണ് ഇവയുടെ ഈ ഒരു ഒറ്റ സ്കെയില് കാണുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇവയെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇവയെ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇവ രണ്ട് വരയായിട്ട് പേരായിട്ടാണ് ഇവയുടെ വരകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കുഞ്ഞാണ്. ഇത് കുറച്ചും കൂടെ വലിപ്പം വരുന്നതനുസരിച്ച് ഈ വരകൾ കുറെ കൂടെ നേർത്തതും ഒരു എന്താ പറയാ ഒരുമിച്ചും ഒരു പേരായിട്ട് ജോഡികളായിട്ട് കാണാൻ സാധിക്കും. ഞാൻ കുറച്ചു മുമ്പ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൂൾഫ് സ്നേക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാമ്പിനെ നമ്മൾ പൊതുവെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെള്ളിക്കെട്ടൻ, ഈ ഒരു ക്രേറ്റ് ആണെന്ന് പെട്ടെന്ന് തോന്നും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവയുടെ തല വളരെ വ്യത്യസ്തമാണ്. ഈ ക്രേറ്റിന്റെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ അതേ വലിപ്പത്തിൽ പോകുന്ന അല്ലെങ്കിൽ തലയാണ്. ഇവിടെ കണ്ണുകൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും, തലയോട് ചേർന്നതായിരിക്കും. പക്ഷെ വൂൾഫ് സ്നേക്ക് അല്ലെങ്കിൽ ഈ ചൂർപ്പാമ്പിന്റെ കണ്ണുകൾ നിങ്ങൾ ഈ ഒരു തല നോക്കിയാൽ മനസ്സിലാകും, കുറച്ചും കൂടെ നീണ്ട തലയാണ്, കണ്ണുകൾ കുറച്ചുകൂടെ പുറത്തോട്ട് ഉന്തിയതാണ്, തലയും കഴുത്തും തമ്മിൽ വളരെ വ്യത്യാസം. കഴുത്തിൽ നിന്ന് ഈ ഒരു ശരീരഭാഗത്ത് നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇവയുടെ തല. പിന്നെ ഇതുപോലെ ഇവയുടെ മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വരയുണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ ഇതിന്റെ ക്രേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ പേരായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതിന് ഈ ഒരു വൂൾഫ് സ്നേക്ക് ഞാൻ പറഞ്ഞു വിഷമില്ലാത്തതാണ്, കോമൺ ക്രേറ്റ് വിഷമുള്ളതാണ്. സോ മൂന്നാമത് വരുന്ന ബിഗ് ഫോറിൽ മൂന്നാമത് വരുന്ന പാമ്പാണ് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു അണലി വിഭാഗത്തിൽ പെടുന്ന ഒരു പാമ്പാണ്. ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ കുറച്ച് കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ കുറച്ച് കുറവാണ് ഇതിന്റെ എണ്ണം. ചീമേനി പോലുള്ള, കാസർഗോഡിന്റെ ചീമേനി പോലുള്ള ചെങ്കൽപ്പാറകളിൽ കുറച്ച് അധികമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ചീമേനിയിലെ അരിയിട്ടപ്പാറ ഉൾപ്പെടുന്ന പ്രദേശത്താണ്. അപ്പോൾ ഈ ഒരു പാമ്പിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു പാമ്പിന് ഈ ഒരു പേര് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ശൽക്കങ്ങൾ ഇവയുടെ സ്കെയിലുകൾ വളരെ റഫും അത് മാത്രമല്ല വളരെ കൂർത്ത്, നമ്മുടെ അർക്കവാളിന്റെ പോലുള്ള കൂർത്ത സ്കെയിലുകളാണ് ഈ പാമ്പിൻ്റെത്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്ന സമയത്ത് ഇവ ഒരു കോയിലായിട്ട് ഒരു ചുരുണ്ട് നിന്ന ശേഷം അവയുടെ ബോഡികൾ തമ്മിൽ ഉരസുന്നു. അപ്പൊ ഉരസുന്ന സമയത്ത് അർക്കവാളിന്റെ പോലുള്ള ഒച്ച കേൾക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ സോസ്കെയിൽഡ് വൈപ്പർ എന്ന പേര് വരാൻ കാരണം. പിന്നെ ഇവയെ നമ്മൾ മലയാളത്തിൽ രക്തമണ്ഡലി എന്നറിയപ്പെടുന്നു. രക്തമണ്ഡലി എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അണലി വിഭാഗത്തിൽ പെടുന്ന പാമ്പുകൾ അവ കടിച്ചു കഴിഞ്ഞാൽ അവ ബാധിക്കുന്നത് നമ്മുടെ രക്തവ്യവസ്ഥയാണ്, ബ്ലഡിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവയുടെ വിഷത്തിനെ ഹീമോടോക്സിക് എന്നാണ് അറിയപ്പെടുന്നത്. രക്തത്തിനെ ബാധിക്കുന്ന കാരണം ഹീമോടോക്സിക്. അപ്പൊ രക്തത്തിനെ ബാധിച്ച് മറ്റ് അവയവങ്ങളെ ബാധിച്ച് കിഡ്നിയെല്ലാം ബാധിക്കുന്ന തരത്തിലാണ് ഇവയുടെ വിഷമേൽക്കുമ്പോൾ പൊതുവെ സംഭവിക്കുന്നത്. പിന്നെ ഇവ കടിച്ച ഭാഗത്ത് പെട്ടെന്ന് തന്നെ നീര് വയ്ക്കുകയും അവയുടെ നിറം മാറുകയും ആ ചുറ്റും ഭാഗത്തുള്ള കോശങ്ങൾ ഇല്ലാതായി പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ഈ അണലിയുടെ ഒക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ കടി കിട്ടുന്ന ആൾക്ക് ഈ കടിക്കുന്ന ഭാഗത്തെ കോശങ്ങൾ നശിച്ച് അഴുകി പോവുകയും അതുപോലെ തന്നെ കിഡ്നിയെ പ്രധാനമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വൈപ്പറുമായിട്ട്, ഈ ഒരു അണലിയുമായിട്ട് സാദൃശ്യം തോന്നുന്ന ഒരു പാമ്പാണ് ഈ ക്യാറ്റ് സ്നേക്ക് അല്ലെങ്കിൽ പൂച്ചക്കണ്ണൻ പാമ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെയും എന്താ പറയാ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് നോക്കിയിട്ട് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ
മറ്റൊരു പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ഫോറിൽ ഉൾപ്പെടുന്ന മറ്റൊരു പാമ്പാണ് അണലി, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി. അണലി എന്ന് നമ്മൾ വളരെ നോർമലായിട്ട് പറയുന്ന പേരാണ്. ചേനത്തണ്ടൻ, വട്ടക്കൂറ എന്നൊക്കെ പേരുണ്ട് ഇതിന്. അപ്പോൾ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പാണ് ഈ അണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ ഈ ഒരു പാമ്പിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും, ഇവയുടെ ശരീരം മൊത്തം ഈ ഒരു തരം പാറ്റേൺ ആണ് കേട്ടോ. ഈ ഒരു തരം വട്ടത്തിലുള്ള ഒരു ഏകദേശം വട്ടം പോലുള്ള ഈ ഒരു പാറ്റേൺ ഇതിന്റെ ശരീരം തല കഴിഞ്ഞിട്ട് കഴുത്തും മുതൽ തന്നെ മൊത്തം ഉണ്ടാവും. അപ്പൊ ഈ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് ഈ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കുറച്ചുകൂടി തടിച്ചൊരു പാമ്പാണ്. വാലിന് കുറച്ച് നീളം കുറഞ്ഞ ഒരു ഉരുണ്ടിട്ടുള്ള തടിയൻ പാമ്പാണ് ഈ അണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവ നേരത്തെ പറഞ്ഞ തന്നെ ഇവ ഹീമോടോക്സിക് ആണ്. ഇവയുടെ വിഷം നമ്മുടെ രക്തപര്യന വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. പിന്നെ ഈ അണലിനെ തിരിച്ചറിയുന്ന മറ്റൊരു അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ തലയാണ്. ഈ തല കുറച്ച് ഒരു ത്രികോണ ആകൃതിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ത്രികോണാകൃതിയുള്ള പാമ്പുകൾ ഈ വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവയുടെ പല്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതും ഉള്ളിലോട്ട് മടക്കി വയ്ക്കുവാൻ അല്ലെങ്കിൽ മടക്കി ഉള്ളിലോട്ട് വയ്ക്കുവാൻ സാധിക്കുന്ന തരം പല്ലുകളാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവ പ്രകോപനം ഒന്നും ഇല്ലാതെ കടിക്കുവാൻ കഴിയുന്ന, വളരെ ഹൈറ്റിൽ വരെ ജമ്പ് ചെയ്ത് കടിക്കാൻ സാധിക്കുന്ന ഒരു പാമ്പാണ് നമ്മുടെ ഈ റസൽസ് വൈപ്പർ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ വിട്ടുപോയി, ഞാൻ പറഞ്ഞു ബിഗ് ഫോറിൽ പെട്ട 4 പാമ്പുകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് കൂടാതെ വിഷമുള്ള മറ്റൊരു പാമ്പാണ് നമ്മൾ രാജവെമ്പാല എന്നറിയപ്പെടുന്ന കിങ് കോബ്ര. സോ കിങ് കോബ്ര എന്ന് പറയുന്നത് കുറെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവ വനപ്രദേശങ്ങളിൽ ഭൂരിഭാഗം നമ്മൾ വനപ്രദേശത്തിൽ കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു പാമ്പാണ് ഈ കിങ് കോബ്ര എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നാട്ടുപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വനത്തോട് ചേർന്നുള്ള വനാന്തര പ്രദേശങ്ങളിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എന്താ പറയാ വനത്തിന് അടുപ്പിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തരം പാമ്പാണ്. ഇത് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പാണ്. പിന്നെ കൂടുകുട്ടി മുട്ടയിടുന്ന പാമ്പ് കൂടിയാണ് രാജവെമ്പാല എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ എന്താ പറയാ ഇത് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ആരെങ്കിലും ഒരാൾ കടിക്കുമ്പോൾ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷത്തിന്റെ അളവ് വളരെ കൂടുതലായത് കാരണം കടിയേറ്റ് കഴിഞ്ഞ ആള് നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകും. പക്ഷെ ഈ ഒരു പാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രം, വളരെ എനിക്ക് ഈ അടുത്തൊരു ആ മ്യൂസിയത്തിൽ ഇഷ്യൂ ഉണ്ടായതല്ലാതെ ഇന്ത്യയിൽ തന്നെ കുറെ വർഷങ്ങളായിട്ട് 1 or 2 അത്യപൂർവമായിട്ടുള്ള കേസുകൾ മാത്രമേ ഈ രാജവെമ്പാല കടിച്ചിട്ട് ഉണ്ടായിട്ടുള്ളൂ. അത് കാരണമാണ് ഇതിനെ ബിഗ് ഫോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണം. ഇത് അതിന്റെ കുഞ്ഞിന്റെ ഫോട്ടോയാണ്. സോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു വിട്ടുപോയ കാര്യമാണ് നമ്മുടെ അണലിയുമായിട്ട് സാദൃശ്യമുള്ള മറ്റു 2 പാമ്പുകളാണ് ഈ കാണുന്നത്. ഈ മുകളിൽ കാണപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണൂലിപ്പാമ്പാണ്. ഇത് താഴെ കാണുന്നത് നമ്മുടെ പെരുമ്പാമ്പാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥകളിലാണ് ഈ പാമ്പിന് ഏതെങ്കിലും നിറവ്യത്യാസമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ അണലിയെ തിരിച്ചറിയാനുള്ള ഈ ഒരു പാറ്റേൺ ഓർത്തുവെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പിറ്റ് വൈപ്പേഴ്സിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഹീറ്റ് സെൻസിറ്റീവ് പിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പൊ പിറ്റ് വൈപ്പേഴ്സ് നമുക്ക് ഏകദേശം ഒരു 5-6 ഇനം പിറ്റ് വൈപ്പേഴ്സ് കേരളത്തിലുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഹംബ് നോസ്റ്റ് പിറ്റ് വൈപ്പർ ആണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും റോഡുകളിലും കരിയിലിക്കടയിലെല്ലാം കാണപ്പെടുന്നത് ഈ ഒരു തരം പാമ്പാണ്. അപ്പൊ ഈ ഒരു പാമ്പിന്റെ പ്രത്യേകത, ഈ ഒരു പേരിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ മൂക്ക് കുറച്ച് ഉയർന്നതാണ് കേട്ടോ. ഇത് കാരണമാണ് ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പർ. ഞാൻ പറഞ്ഞു പിറ്റ് അത് ഹീറ്റ് സെൻസിറ്റീവ് പിറ്റ് ഉള്ളത് കാരണമാണ് ഇവയ്ക്ക് പിറ്റ് വൈപ്പർ എന്ന പേരുള്ളത്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ വനപ്രദേശങ്ങളിലും അല്ലെങ്കിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും കുറച്ചും കൂടെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു പിറ്റ് വൈപ്പർ ആണ് ഈ മലബാർ പിറ്റ് വൈപ്പർ. ഇതിനെ നമ്മൾ ചോലമണ്ഡലി എന്നറിയപ്പെടും. അപ്പൊ ഈ അടുത്തായിട്ട് ഇത് 2 ഇനം സ്പീഷീസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മലബാർ പിറ്റ് വൈപ്പറായിട്ട് ട്രാവൻകൂർ പിറ്റ് വൈപ്പറായിട്ടും 2 വിഭാഗങ്ങളായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത്. ഓക്കെ, ഇത് ഈ ഒരു പാമ്പിന്റെ ഒരു വളരെ എന്താ പറയാ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഏകദേശം 8 or 9 തരം നിറങ്ങളിൽ ഇവയെ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മഞ്ഞ, ചുമപ്പ്, ബ്ലാക്ക്, ഈ കാണുന്ന കളർ, അങ്ങനെ ഏകദേശം 9 തരം നിറത്തിൽ ഇവയെ എന്താ പറയാ കണ്ടെത്തിയിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ഇത്രയും പാമ്പിനെ പറ്റി പറഞ്ഞു, പ്രധാനപ്പെട്ട പാമ്പിന്റെ കടിച്ചാലുള്ള കാരണങ്ങളെ പറ്റി പറഞ്ഞു, ബിഗ് ഫോറിന്റെ കാര്യം പറഞ്ഞു. സോ നമുക്ക് അടുത്തത് അറിയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ ഒരു ക്ലാസിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയുകയാണ്, ആന്റി സ്നേക് വെനം. നമുക്കറിയാം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ
4 ബിഗ് ഫോറിൽ പെടുന്ന 4 പാമ്പുകൾ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അതിന് പ്രതിരോധം വരുന്ന അല്ലെങ്കിൽ അതിന് പ്രതിവിധിയായിട്ട് നൽകപ്പെടുന്ന മരുന്ന് അല്ലെങ്കിൽ ഒരു തരം ചികിത്സാ രീതിയാണ് ഈ ആന്റി സ്നേക്ക് വെനം എന്നറിയപ്പെടുന്നത്. അതായത് ഈ പറയുന്ന ആന്റി സ്നേക്ക് വെനം കണ്ടുപിടിച്ചത് നമ്മുടെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഫ്രാൻസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൽബർട്ട് കാൽമേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് 19-ാം നൂറ്റാണ്ടില് ഈ ഒരു ആന്റി സ്നേക്ക് വെനം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ആന്റി സ്നേക്ക് വെനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പിന്റെ വിഷം കുതിര, ഒട്ടകം പോലെയുള്ള മറ്റു ജീവികളിൽ ഇഞ്ചക്ട് ചെയ്ത ശേഷം, അപ്പോൾ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വിഷത്തിനെ പ്രതിരോധിക്കുന്ന ആന്റിബോഡീസ് ഉണ്ടാകും. അപ്പൊ ഈ ആന്റിബോഡീസ് ഈ പറഞ്ഞ ജീവികളിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ട് അതിനെ മനുഷ്യന് ഉപയോഗിക്കാവുന്ന തരത്തില് മാറ്റിയെടുത്ത ആ ഒരു എന്താ പറയാ ഈ പാമ്പിന് വിഷത്തിനെതിരായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്രതിവിധിയായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഒരു തരം മരുന്ന് പോലുള്ള സംഭവമാണ് ഈ ആന്റി സ്നേക്ക് വെനം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ആൾക്ക് നേരത്തെ പറഞ്ഞ 4 പാമ്പിന്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ആന്റി സ്നേക്ക് വെനമാണ് നിങ്ങൾക്ക് നൽകുന്ന ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ നോർമൽ ഡോസ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 20 വയൽ ആണ് ഇതിന്റെ നോർമൽ ഡോസേജ്. ഓക്കെ, അപ്പൊ അത് ഒരുപക്ഷെ അയാൾക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട വിഷത്തിന്റെ അളവനുസരിച്ച് ഇത് മാറാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 4 ഇനത്തിൽപ്പെട്ട പാമ്പിനുള്ള പ്രതിവിധിയാണ്, പാമ്പിന്റെ വിഷത്തിനുള്ള പ്രതിവിധിയാണ് ഈ പറയുന്ന ആന്റി സ്നേക്ക് വെനം. അപ്പം ആയത് കാരണം ഇതിനെ പോളിവാലന്റ് എന്നറിയപ്പെടുന്ന, പോളിവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം വിഷത്തിന് പ്രതിവിധിയായിട്ടുള്ള മരുന്ന് കാരണം അതിനെ പോളിവാലന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഈ പാമ്പിന്റെ വിഷം കളക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ക്രോക്കഡൈൽ ബാങ്ക് ട്രസ്റ്റുമായിട്ട് സഹകരിച്ചു പോകുന്ന ഇരുള കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇവരാണ് ഈ പാമ്പിന് വിഷം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇതുപോലെ ലീഗലായിട്ട് നിയമത്തിനനുസൃതമായിട്ട് ഈ പറഞ്ഞ പോലെ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുക, ചെന്നൈയിൽ ഉള്ള ഇരുള കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പിന്നെ ഈ ആന്റി സ്നേക്ക് വെനം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്. അത് ഒന്ന് പ്രധാനപ്പെട്ടതൊന്ന് ഹോഫ്കിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കസോലി, ഭാരത് സെറംസ്, പിന്നെ ബയോളജിക്കൽ ഇ ലിമിറ്റഡ്, VINS ബയോ പ്രൊഡക്ട്സ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, കിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇങ്ങനെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ആന്റി സ്നേക്ക് വെനം നിർമ്മിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കുറച്ച് കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതില് നമ്മൾ പാമ്പിന്റെ കടി ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയാ മുറി വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകരുത്. 2, ആ മുറിവ് കടിച്ചിട്ട് വിഷം തുപ്പിക്കളയാൻ വേണ്ടി ശ്രമിക്കരുത്. കാര്യം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ, ബ്ലഡിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് അതിന്റെ തക്കതായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷം കടിച്ച് തുപ്പിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇയാളുടെ വായിലോ ഏതെങ്കിലും ഭാഗത്ത് മോണയിലോ ഒരു മുറിവുണ്ടെങ്കിൽ അതുവഴി ഈ എന്താ പറയുക വിഷം അയാളുടെ ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവിനെ മുറിച്ചിട്ട് രക്തം കളയാൻ ശ്രമിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മുറിവിന്റെ ആഴം അല്ലെങ്കിൽ മുറിവിന്റെ വിസ്തൃതി കൂട്ടുന്നതനുസരിച്ച് ഒരുപാട് രക്തങ്ങൾ എന്താ പറയാ ഒഴുകി പോകാൻ കാരണമാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലിയൊക്കെയാണ് കടിക്കുന്നെങ്കിൽ അത് ഹീമോടോക്സിക് ആയത് കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഒരുപാട് രക്തം ഒഴുകി പോകാൻ, ആ വ്യക്തി മരിച്ചു പോകാനൊക്കെ കാരണമാകുന്നു. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ മുറിവ് ഇവിടെ കടി കിട്ടിക്കഴിഞ്ഞാൽ രക്തം വിഷം മേലോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുറുക്കി കെട്ടുന്നത്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. കാര്യം ഇങ്ങനെ മുറുകി കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ബ്ലഡിന്റെ ഫ്ലോ കുറയുകയും ഇവിടെ എന്താ പറയാ ഈ ബ്ലഡ് ക്ലോട്ടായിട്ട് ഈ ഭാഗത്തെ കോശങ്ങളൊക്കെ ഇല്ലാതെ പോവുകയും ഈ അവയവം തന്നെ അവസാനം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരും. സോ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ആ ഭാഗം തീ വെച്ച് പൊള്ളിക്കാൻ നോക്കും. പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവസാനം അതൊരു പാരയായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുറി വൈദ്യം നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. നമ്മൾ ആ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഒരു പാമ്പ് കടിയെ ഏറ്റു കഴിഞ്ഞാൽ ഒരു പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അയാളുടെ ഈ കാലുകൾ അനക്കാതെ, അല്ല കാലുകൾ അധികം ചരിക്കാനായിട്ട് അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആന്റി സ്നേക്ക് വെനമുള്ള
ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ കാലാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലത്. പിന്നെ അടുത്തുള്ള എന്താ പറയുക ആന്റി സ്നേക്ക് വെനമുള്ള ഹോസ്പിറ്റലിൽ പോവുക, ഇഞ്ചക്ട് എടുക്കുക. ഇതാണ് ഏറ്റവും ചെയ്യേണ്ട ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. പാനിക് ആവാതിരിക്കുക. ഇപ്പൊ പാമ്പിന്റെ കടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മുടെ BP കൂട്ടി ഈ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിന് പകരം നമ്മൾ വളരെ എന്താ പറയാ ശാന്തരായിട്ടിരിക്കാനും നമ്മൾ കൂടെയുള്ളവരും അവരെ കുറിച്ച് സമാധാനിപ്പിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുറച്ച് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വർഷങ്ങളായിട്ട് പാമ്പുമായിട്ട് ബന്ധമുള്ളത് കാരണം ഒരുപാട് തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 1-2 കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോവാം. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഗങ്ങൾക്ക് അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് തലയിൽ മാണിക്യം ഉണ്ടെന്നത്. പക്ഷെ അതൊരു ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാന്റസി കഥ മാത്രമാണ്. ഈ പറഞ്ഞ പോലത്തുള്ള ഒരു തരത്തിലുള്ള മാണിക്കല്ലും അവയുടെ തലയിലില്ല. 1. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഇരുതല മൂരിക്ക് 2 തലയുള്ള കാര്യം. പക്ഷെ ഞാൻ നേരത്തെ അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇവയ്ക്ക് 2 തലയൊന്നുമില്ല, ഒരു തല മാത്രമേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു തരം അഡാപ്റ്റേഷൻ ആണ്. എന്താ പറയാ പ്രിഡേറ്റേഴ്സിൽ നിന്ന് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ചെറിയൊരു ഭയം മാത്രമാണ് അവയുടെ വാല്. അപ്പൊ അതുകൊണ്ട് ഈ പലരും ഈ പറഞ്ഞ പോലെ ഇവയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ചൈന, തായ്വാൻ പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇവയെ കടത്തിയിട്ട് ഇവയ്ക്ക് ഔഷധ ഗുണമുണ്ട് അല്ലെങ്കിൽ ഇവ ഒരു സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഇവയ്ക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേകതകളൊന്നുമില്ല. ഒരു സാധാരണ ഒരു പാമ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് പക വീട്ടും എന്നൊരു നമുക്ക് ഇപ്പോഴും എനിക്കൊന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പാമ്പിനെ അത്രയ്ക്ക് എന്താ പറയാ ഈ ആനകളെയൊക്കെ പറഞ്ഞ പോലെ മനസ്സിലൊരു മെമ്മറി പവർ അവയ്ക്ക് കുറവാണ്. അവയുടെ ബ്രെയിൻ തലച്ചോറ് അധികം ഡെവലപ്പ് ചെയ്യാത്തൊരു തലച്ചോറാണ്. അപ്പൊ ഇവയ്ക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറി സെൽസ് ഒന്നും അത്ര ഡെവലപ്പ് അല്ല, ഓർത്തു വെക്കാനുള്ള കഴിവൊന്നുമില്ല. ഓക്കെ. പക്ഷെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഒരു പാമ്പ് കടിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും മറ്റൊരാൾക്ക് കടിയേക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു പാമ്പിനെ ഒരു പ്രദേശത്ത് ആരെങ്കിലും തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിൽ അവ മറ്റു പാമ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിറമോൺസ് അവർ സെക്രീറ്റ് ചെയ്യും. സോ ആ ഒരു നിശ്ചിത കാലയളവിൽ ആ സമയത്ത് ഏതെങ്കിലും പാമ്പ് അതിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പാമ്പ് വരികയാണെങ്കിൽ അതിന് ആ ഒരു ഫെറമോൺസിന്റെ എഫക്ട് കിട്ടുകയും അത് എന്താ പറയുക പെട്ടെന്ന് തന്നെ അത് വിജിലന്റ് ആയിട്ടിരിക്കുകയും അപകട സൂചന മനസ്സിലാവുകയും ആരെങ്കിലും ആ വഴി വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രകോപനമില്ലാതെ കടിക്കാൻ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാവുന്നതുള്ളൂ. പിന്നെ മറ്റൊന്ന് പറയാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ സ്നേക് ചാമേഴ്സ് അല്ലെങ്കിൽ മകുടി ഊതുന്ന അവര് എന്താ പറയാ ഈ പാമ്പിനെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ മകുടിന്റെ പാട്ട് കേട്ടിട്ടാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാള് മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് പാമ്പ് മൂവ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരിക്കലും അയാളുടെ സംഗീതം കേട്ടിട്ടല്ല. കാരണം ഞാൻ പറഞ്ഞു ചെവി പാമ്പിന് ഇല്ലാത്ത കാരണം പാമ്പിന് ഈ മകുടി ഊതുന്നത് കേൾക്കാൻ സാധിക്കില്ല. പിന്നെ പാമ്പ് പാല് കുടിക്കും എന്നത് ഇപ്പോഴും നമ്മള് പലരും അനുശാസിച്ച് വരുന്ന ഒരു എന്താ പറയാ ഒരു വിശ്വാസമാണ്. നമ്മൾ എന്താ പറയാ പാമ്പിന് പാല് കൊടുക്കുക. നമ്മള് ഹൈന്ദവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മള് എന്താ പറയാ നാഗത്തിന് പാല് കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. പാല് മുട്ടയൊക്കെ കൊടുക്കുക. പക്ഷെ ഇത് രണ്ടും പറഞ്ഞ പാമ്പുകൾ കുടിക്കില്ല. കാര്യം വെച്ചാൽ ഈ മിൽക്ക് പൊതുവെ ഇതിന് ദഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഈ പാലെന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാല് പാമ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാമ്പിന് അത് ദഹിക്കാനുള്ള ദഹന രസങ്ങൾ അതിന്റെ ശരീരത്തിലില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ. സോ ഞാനൊരു പ്രധാനപ്പെട്ട കുറച്ച് മിത്തിനെ പറ്റി പറഞ്ഞു. പിന്നെ നമുക്ക് ഇതെല്ലാം ഈ പാമ്പിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം തൊട്ടേ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നു. നമ്മൾ പണ്ട് കാലം മുതൽക്കേ പാമ്പിനെ എന്താ പറയാ നമ്മൾ വിശ്വസിച്ചും നമ്മളൊരു പല തരത്തിൽ നമ്മൾ പാമ്പിനെ എന്താ പറയാ നമ്മൾ കണ്ടു വരുന്നുണ്ട്. അപ്പോൾ നമ്മള് ഈ പാമ്പ് എന്ന സാധനം എന്തിനാണ് നമ്മൾ ഇവ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിയാണെന്നും ഈ പറഞ്ഞ നമ്മുടെ പരിസ്ഥിതിയിലും ഈ പറഞ്ഞ നമ്മുടെ ചുറ്റുപാട് ഈ പാമ്പിന്റെ ആവശ്യകത എന്താണെന്ന് ഒരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പാമ്പിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പാമ്പ് കൊണ്ടുള്ള ഉപയോഗം മനുഷ്യർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന പോലെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് ചെയിനിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് പാമ്പ് എന്ന് പറയാം. നമ്മൾ പണ്ട് പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ എന്ന് പറഞ്ഞ പോലെ ഈ കാണുന്ന ഫുഡ് ചെയിനിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ പറഞ്ഞ പാമ്പ്. അപ്പൊ ഈ പാമ്പ് ഒരുപക്ഷെ നശിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് എലികൾ
അല്ലെങ്കിൽ എലി പോലുള്ള മറ്റു ക്ഷുദ്രജീവികൾ പെരുകാനായിട്ട് വളരെ സാധ്യതയുണ്ട്. ഇപ്പൊ എലികളുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാമായിരിക്കും, ഇപ്പൊ എലിപ്പനി പോലുള്ള ഒരുപാട് ഇഷ്യൂ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എലികൾ പെറ്റി പെരുകി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് ദോഷമുള്ള ഒരു കാര്യമാണ്. സോ അവയെ നിയന്ത്രിക്കുന്നതിൽ വളരെ വളരെ പങ്ക് വഹിക്കുന്ന ഒരു ജീവിയെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാണ്. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയുടെ എന്താ പറയാ, ഈ നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒന്ന് പാമ്പാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ, മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, പാമ്പിന്റെ വിഷം പലതരത്തിലുള്ള മെഡിസിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പലതരം ഔഷധ ഗുണം, ഒരു ഔഷധമായിട്ടുമെല്ലാം പല മരുന്നുകളിലും നമ്മൾ പാമ്പിന്റെ വിഷം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും പാമ്പുകളെ പറ്റി പറയുന്ന കാര്യം. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ സംരക്ഷിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ എന്റെ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു 3 ആപ്പുകളെ പറ്റി, 3 സോഫ്റ്റ്വെയറെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ഈ പാമ്പുകളെ പറ്റി യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികളും, നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മറ്റു വന്യജീവി സംഘർഷമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യന് എല്ലാ കാലത്തും ഒരു സംഘർഷമുള്ള ഒരു ജീവിയാണ് പാമ്പുകൾ. കാര്യം പാമ്പുകള്, ഈ വിഷമുള്ള പാമ്പുകള് കാടിലല്ല, എല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മനുഷ്യവാസമുള്ള അല്ലെങ്കിൽ ഈ എലികൾ പെരുമാറുന്ന നമ്മുടെ നാട്ടുപുറങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വയലുകളിലോ ഒക്കെയാണ്. അപ്പൊ ആയത് കാരണം നമുക്ക് ഈ പറഞ്ഞുള്ള മനുഷ്യൻ എന്താ പറയാ, ഈ പാമ്പുകടി ഏൽക്കുന്നത് വളരെ കോമൺ ആണ്. അല്ലെങ്കിൽ പാമ്പുകൾ വീട്ടിൽ കയറുന്നതും അല്ലെങ്കിൽ നമ്മുടെ തൊഴുത്തിൽ കാണപ്പെടുന്നതും എല്ലാം വളരെ കോമൺ ആണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പാമ്പിനെ പറ്റിയുള്ള അറിവ് നേടുക, അല്ലെങ്കിൽ പാമ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ എന്താ പറയാ, ഏതെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടുക എന്നതൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, അതിന് സഹായിക്കുന്ന 3 എന്താ പറയാ സോഫ്റ്റ്വെയറുകളാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. ഇതെല്ലാം 3 മൊബൈലില് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എന്താ പറയാ സോഫ്റ്റ്വെയർസ് ആണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്നേക് പീഡിയ എന്നറിയപ്പെടുന്ന ഒരു ഇതാണ്. ഇതില് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ റെസ്ക്യൂവേഴ്സ്, ഏതെങ്കിലും തരത്തിലുള്ള റെസ്ക്യൂവേഴ്സിനെ പറ്റിയും പാമ്പുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഏതെങ്കിലും പാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള എക്സ്പേർട്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽസിന്റെ ഡീറ്റെയിൽസ്, സ്നേക് വെനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. ഈ ഒരു രണ്ടാമത്തെ ആപ്പും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രഗത്ഭനായിട്ടുള്ള വിവേക് ശർമ്മ എന്നറിയപ്പെടുന്ന പാമ്പിനെ പറ്റിയുള്ള പഠിക്കുന്ന ഒരു എന്താ പറയാ ഒരു സിറ്റിസൺ സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്ത എന്താ പറയാ ഒരു ആപ്ലിക്കേഷനാണ് ഈ സ്നേക് ഹബ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ഞാൻ സ്നേക് പീഡിയയുടെ കാര്യം പറഞ്ഞ പോലുള്ള എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് എന്താ പറയാ ഈ പാമ്പിനെ പറ്റിയും പാമ്പുമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഞാൻ 3ാമത് പറയാൻ പോകുന്ന ആപ്പാണ് നമ്മുടെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ സർപ്പ എന്നറിയപ്പെടുന്ന ആപ്പ്. ഈ സർപ്പ ആപ്പ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു 2020 നമ്മൾ കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തില് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ പാമ്പിനെ പിടിക്കുന്ന, അതിൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ റെസ്ക്യൂ ചെയ്യാൻ സാധിക്കൂ എന്ന രീതിയിൽ ആദ്യമായിട്ട് നിയമവിധേയമായിട്ട് ഒരു സംവിധാനം കൊണ്ടുവന്ന് ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് കേരള വന്യജീവി വകുപ്പാണ്. അപ്പം അതിന് സഹായകമാകുന്ന തരത്തിൽ അവർ പുറത്തിറക്കിയ ഒരു ആപ്പാണ് സർപ്പ എന്ന ആപ്പ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രെയിനിങ് കിട്ടിയ ഏകദേശം 2000-ഓളം വരുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ 14 ജില്ലകളിലായിട്ട് 2000-ഓളം ആൾക്കാർ നമ്മുടെ ചുറ്റും നമുക്ക് ഈ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്ക്യൂവിനെ, നമ്മളെ രക്ഷിക്കുന്നതിനും നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തരാനും, ഏതെങ്കിലും തരത്തിൽ പാമ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് പോകാനൊക്കെ, അതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ടൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ 10-12,000-ത്തിലധികം റെസ്ക്യൂ ആക്ടിവിറ്റി ഈ നമ്മുടെ 2000-ത്തിലധികം വരുന്ന ഈ പറഞ്ഞ വോളണ്ടിയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് അവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സാധാരണക്കാർക്കും ഈ പറയുന്ന റെസ്ക്യൂവേഴ്സിന്റെ നമ്പർ ലഭിക്കാനോ അവരെ കോണ്ടാക്ട് ചെയ്യുവാനും മറ്റുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ സർപ്പ എന്നറിയപ്പെടുന്ന ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപക്ഷെ ഈ പറയുന്ന 3 ആപ്പില്, അല്ലെങ്കിൽ ഈ പറയുന്ന 3 ആപ്പില് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും എല്ലാവരും കയ്യിൽ വെക്കേണ്ടതാണ്. കാര്യം ഈ പറഞ്ഞ പോലെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം നേരിടാനും, ഏതെങ്കിലും റെസ്ക്യൂവേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പാമ്പിനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ട് അത് നോക്കാനോ എല്ലാം നമുക്ക് സഹായകമാകുന്ന ആപ്പുകളാണ്. ഇത് നിങ്ങളൊന്ന്
മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് എനിക്ക് പറയാൻ ഉള്ളത്. അപ്പം എല്ലാവർക്കും ഞാൻ ഇത്രയും നേരം എൻ്റെ പ്രസന്റേഷൻ കേട്ടു വന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇതിന്റെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വി സി മാഷിന്, അതുപോലെ നമ്മുടെ വാഗ്വിദ് വി സിയിലെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.